2004-2005 കാലത്താണ് ലീഗിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ പലതും കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. പക്ഷെ നമുക്ക് അങ്ങനെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ നമ്മൾ ആ കുറ്റബോധം എനിക്ക് എന്നും ഉണ്ടാവുകയില്ല. ആ കുട്ടി എന്തെങ്കിലും ചെയ്താൽ ഞാനല്ലേ അതിൻ്റെ ഉത്തരവാദി. അവർക്കുള്ള സ്ത്രീധനം എന്ന് പറഞ്ഞാൽ അവൾ ആർജിച്ച വിദ്യാഭ്യാസമാണ്. എല്ലാ മതങ്ങളുടെയും പ്രഭവ കേന്ദ്രം ഒന്നാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തിനേയും നമുക്ക് മറികടക്കാൻ വേണ്ടി പറ്റും, പക്ഷേ ഇതിനെ നമുക്ക് മറികടക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ട് നിലനിൽക്കുന്നതിൻ്റെ കാരണം ഭൗതികമാണ്. കാരണം അത് നിലനിന്നാലേ അവർക്കൊക്കെ രക്ഷ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ നിലനിൽക്കുന്നത്. ലീഡർഷിപ്പ് അൺഫിൽറ്ററിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി ജലീലിക്കയാണ്. ഇക്ക, ഒരുപാട് സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശരിക്കും നമ്മൾ ഒരേ നാട്ടുകാരാണ്, നമുക്ക് ശരിക്കും ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല അല്ലേ? ശരിക്കും തവനൂരുകാരുടെ സ്വന്തം എന്ന് വേണേൽ പറയാം. വളാഞ്ചേരിയിലാണ് ജനിച്ചതും വളർന്നൊക്കെ. എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് എന്നല്ല ഞാൻ പറയുന്നത്, ചെറുപ്പകാലം എങ്ങനെയായിരുന്നു? ആ ഒരു അൺഫിൽറ്റേർഡ് വേർഷൻ എങ്ങനെയായിരുന്നു? ഞാൻ പഠിച്ചത് പൈങ്കണ്ണൂർ ഗവൺമെൻറ് UP സ്കൂളിലാണ്. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ. 4ാം ക്ലാസ്സിൽ വെച്ചിട്ട് സ്കൂൾ മാറേണ്ടി വന്നു. അതിനൊരു പ്രത്യേക കാരണം ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ മുസ്ലിം കുട്ടികൾ മൊട്ടയടിക്കും. നമ്മുടെ നാട്ടിലെന്ന് പറ. അതെ, നമ്മുടെ നാട്ടില് മുസ്ലിം ആൺകുട്ടികളെ മൊട്ടയടിപ്പിക്കും. മുടി നീട്ടി വളർത്തുക, മുടി വളർത്തുക എന്നൊന്നും പറയുന്നത് ഒരു നല്ല കാര്യമായിട്ടല്ല. മതപരമായിട്ട് വളരെ ഓർത്തഡോക്സ് ആയിട്ട് ചിന്തിച്ചിരുന്ന ആളുകൾ കരുതിയിരുന്നത്. അപ്പോൾ എൻ്റെ ഫാമിലി അങ്ങനെയുള്ളൊരു കുടുംബമായിരുന്നു. അങ്ങനെ തല മുണ്ഡനം ചെയ്തപ്പോൾ, മുട്ടയടിച്ചപ്പോൾ സ്കൂളിലേക്ക് പോകാൻ എനിക്ക് ഭയങ്കര മടി എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ കാണും, അതായിരുന്നു മെയിൻ. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു സമയത്ത് ക്ലാസ്സിലെല്ലാവരുമായിട്ട് ഞാൻ നല്ല ബന്ധമാണ്. അപ്പം അന്ന് ഈ മുട്ടയടിച്ചിട്ട് നമ്മൾ ചെന്നാൽ, തലമുണ്ഡനം ചെയ്ത് ചെന്നാൽ എഴുതാൻ പെൻസിലാവും. അപ്പം പെൻസിൽ ഇവിടെ വെച്ച് കൂർപ്പിക്കും, നിലത്ത് വരച്ചിട്ട് പെൻസില്. പിന്നെ നമ്മുടെ സ്ലൈറ്റിൽ എഴുതുന്ന പെൻസിൽ ഉണ്ടല്ലോ, അപ്പൊ ആ പെൻസില് നമ്മൾ കൂർപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ഉയരമുള്ള സ്ഥലത്ത് ഒരതുമല്ലോ, കൈ കൊണ്ട് ഇങ്ങനെ ഒരതിയിട്ട്. അപ്പൊ അതിന് പകരമായിട്ട് കുട്ടികളൊക്കെ വന്നിട്ട് എന്താ ചെയ്യുക, നമ്മളുടെ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരക്കും. അപ്പൊ അത് ഭയന്ന് ആൺകുട്ടികളുടെ അങ്ങനെയുള്ള കളിയാക്കലും പെൺകുട്ടികളോട് സംസാരിക്കാനും ഭയങ്കരമായിട്ടുള്ള മടി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, സ്കൂളിലേക്ക് പോകാതായി. 4-5 ദിവസം വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ ആയിട്ട് വരും. അപ്പോൾ സ്കൂളിലേക്ക് വരുന്ന വഴിയിൽ ഒരു ചെറിയ കാടുണ്ട്, കുളമ്പ് എന്നാണ് അതിന് പറയുക. ആ കുളമ്പിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഞാൻ ഇരിക്കും, ഒളിച്ചിരിക്കും. ഉച്ചയായാൽ ഭക്ഷണം കഴിച്ച് ഇല കൊണ്ട് അതൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് തുടച്ച് ആക്കി വൈകുന്നേരം സ്കൂള് വിട്ട് കുട്ടികൾ പോകുന്ന അത് കണ്ടാൽ ഞാനും അവരുടെ പിന്നിലുമല്ലേ പോകും. അങ്ങനെ 2-3-4 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ക്ലാസ് പഠിച്ചിരുന്ന എൻ്റെ അയൽപക്കത്തുള്ള ജമീല എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ജമീല ഉമ്മാനോട് വന്നിട്ട് ചോദിച്ചു, ഇളയമ്മ എന്ന് പറഞ്ഞാൽ ചെറിയമ്മനെയാണ് പറയുക, ഇളയമ്മ എവിടെ, ജലീലിന് എന്തേ പറ്റിയത്? ഓനപ്പോൾ ക്ലാസ്സിലേക്ക് കാണില്ലല്ലോ. ഓൻ ഇവിടുന്ന് എന്നും പിന്നെ സ്കൂളിലേക്ക് വരലുണ്ടല്ലോ, ക്ലാസ്സിലേക്ക് വരലില്ല എന്ന് വെച്ചാൽ എങ്ങനെയാണ് പറയുന്നത്? അപ്പം ഞാനിത് കേൾക്കുന്നുണ്ട്. അപ്പം എന്നെ ഉമ്മ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സംഭവം എന്നതാണ്. അപ്പോൾ ഉപ്പ വന്നപ്പോൾ ഉപ്പാനോട് ഉമ്മ പറഞ്ഞു. അങ്ങനെയാണ് ആ സ്കൂളിലേക്ക് ഞാൻ പോവില്ല ഇനി, പിന്നെ തലയിൽ മുടി വളരാതെ എന്ന ഒരു ശാഠ്യത്തിൽ ഞാൻ നിന്നു. അങ്ങനെയാണ് അവിടെ നിന്ന് തിരൂർക്കാട് സ്കൂളിലേക്ക്, അവിടെ ഒരു ഹോസ്റ്റൽ ഉണ്ടായിരുന്നു, ബോർഡിംഗ്, ആ ബോർഡിങ്ങിലേക്ക് എന്നെ മാറ്റുന്നത്. അവിടെ ഞാനൊരു 6 മാസമേ പഠിച്ചുള്ളൂ. അപ്പോൾ ആ
ഹോസ്റ്റലും അവിടുത്തെ കാര്യങ്ങളും അത്ര നല്ലതല്ലാന്ന് ഉപ്പാക്കെന്നെ തോന്നിയിട്ടുണ്ടാവണം. അങ്ങനെയാണ് അവിടെ നിന്ന് എന്നെ ചേളാരിയിൽ വേറൊരു ഹോസ്റ്റലിലേക്ക് മാറ്റുന്നത്. ആ ഹോസ്റ്റലിൽ ഞാൻ 3 വർഷം പഠിച്ചു. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ഇംതിയാസ്, ചാലിശ്ശേരിക്കാരനാണ്, അവനുമായിട്ടൊരു അടിപിടി ഉണ്ടായി. അങ്ങനെ ഞാൻ തോൽക്കാൻ പോവുകയാണെന്ന് കണ്ടപ്പോൾ ഞാൻ ഒരൊറ്റ കടി കണ്ടു കൊടുത്തു. കടിച്ചത് ഇവിടെയാണ് എനിക്ക് കടിക്കാൻ പിടുത്തം കിട്ടിയത്. പിന്നെ മൽയുദ്ധത്തിനിടയിൽ ബിസി ആയിരിക്കും. അങ്ങനെ അവന്റെ ഇവിടുന്ന് ഈ ഇറച്ചി സത്യത്തില് എന്റെ വായിൽ പോരേണ്ടതായിരുന്നു. കാരണം അത്രയും പിന്നെ ഇതായിരുന്നു. അങ്ങനെ അപ്പൊ പിന്നെ ആളുകൾ വന്ന്, നമ്മളെ സുഹൃത്തുക്കളും അധ്യാപകരും ഒക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു മാറ്റി. 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണത്. അങ്ങനെ ഇംതിയാസിന്റെ ഉമ്മ ഹോസ്റ്റൽ അധികൃതരോട് പരാതിപ്പെട്ടു. അപ്പോൾ പരീക്ഷ വളരെ അടുത്തായിരുന്നൊരു സമയമായിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ട് നടപടികളൊന്നും എടുത്തില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പിന്നെ അങ്ങനായിട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു വികൃതിത്തരം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ഹോസ്റ്റലിൽ വെള്ളം കുറയുന്ന സമയത്ത് തൊട്ടടുത്ത പുഴയിലോ അല്ലെങ്കിൽ തൊട്ടടുത്തൊരു കിണറുണ്ട്, അവിടെ എല്ലാവരെയും കൊണ്ടുപോയിട്ട് ഇങ്ങനെ പിന്നെ ബക്കറ്റിൽ വെള്ളം കോരിയിട്ട് കുളിപ്പിക്കുകയാണ് ചെയ്യുക. തലയിൽ പറന്നു തരും, നമ്മൾ സോപ്പ് വെക്കും, വീണ്ടും അവർ കോരാൻ നിൽക്കുന്ന ആളുകൾ നമുക്ക് പറന്നു തരും. അപ്പം ഞാനിതിങ്ങനെ എന്നും പോകുന്നത് എനിക്ക് അത്ര ഇഷ്ടമായിട്ട് തോന്നിയില്ല. അപ്പോൾ ഹോസ്റ്റലിൽ തന്നെ വലിയ പീപ്പയിൽ വെള്ളം ശേഖരിച്ച് വെക്കും, അവിടെ ഈ ലാട്രിനിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ. അപ്പം ഞാനെന്ത് ചെയ്തു, അന്ന് പിന്നെ വലിയ ഹൈറ്റൊന്നും ഇല്ലാത്ത ഒരാളാണല്ലോ, ഞാൻ ഈ പീപ്പയിൽ ചാടും. എന്നിട്ട് മുങ്ങി എഴുന്നേറ്റ് സോപ്പൊക്കെ തേച്ച് വീണ്ടും അതിൽ ചാടിയിട്ട് പിന്നെ ഒരു ചാട്ടവും കൂടി ചാടിയാൽ സോപ്പൊക്കെ ആയിട്ട് പോവുമല്ലോ, അങ്ങനെ അതിൽ നിന്ന് കയറും. അപ്പോൾ 2-3 ദിവസം ഇങ്ങനെ വെള്ളം സോപ്പ് കലങ്ങി കണ്ടപ്പോൾ ഇതെന്താ ഇങ്ങനെയെന്ന് പിന്നെ അവിടുത്തെ വാർഡന്മാരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വാർഡൻ ഒരു ദിവസം അവിടെ അങ്ങനെ ഒളിച്ചിരുന്ന് എന്താണ് അല്ലല്ലോ, അന്ന് വാർഡന്മാരെ കണ്ണാണ് പിന്നെ CCTV. അതെ. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഞാനും വേറൊരാളും കൂടി ഒരുമിച്ചാണ് വരിക. ഓന് പുറത്ത് നിൽക്കും, എന്നിട്ട് ആരെങ്കിലും വരണുണ്ടോ എന്ന് നോക്കും. എന്നും ചെയ്യുന്ന പോലെ തന്നെ അന്നും ചെയ്തു. പക്ഷെ ചെയ്തപ്പോൾ പുറത്ത് നിൽക്കുന്ന ആള് കാണുന്നതിന് മുമ്പ് തന്നെ അവിടെ തന്നെ തൊട്ടടുത്ത ഒരു പിന്നെ ചെറിയ പിന്നെ ബാത്റൂമിൽ ഒളിച്ചിരിക്കുകയായിരുന്ന വാർഡൻ പുറത്ത് വന്നിൻ്റെ മുടിമ പിടിച്ചിട്ടുണ്ട് പൊന്തിച്ചു. ആ സംഭവം കൂടി ആയതോട് കൂടിയിട്ട് അവിടെ ഏതാണ്ട് പഠിത്തം അവസാനിക്കും എന്നുള്ള ഉറപ്പായി. അങ്ങനെ 8ാം ക്ലാസ്സിൽ നിന്ന് വാർഷിക പരീക്ഷ വരെ എന്നെ അവിടെ നിർത്തി. കാരണം ഞാൻ മോശമില്ലാത്ത രീതിയിൽ പഠിക്കുമായിരുന്നു. പിന്നെ അത്യാവശ്യം ഈ പാട്ട്, പ്രസംഗം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇൻവോൾവും ചെയ്യുന്നത് കൊണ്ട് എന്നോടൊരു പ്രത്യേക മമത അവിടുത്തെ മാനേജർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ 8ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് സ്കൂൾ മാറിയിട്ടൊരു ബുദ്ധിമുട്ട് വേണ്ട എന്ന് കരുതി 8ാം ക്ലാസ്സിലെ പരീക്ഷ വരെ എന്നെ നിർത്തി. പിന്നെ ഞാൻ 9ഉം 10ഉം ക്ലാസ്സുകൾ പഠിച്ചത് കുറ്റിപ്പുറം ഗവൺമെൻറ് ഹൈസ്കൂളിലാണ്. അവിടുന്നാണ് ഞാൻ SSLC എഴുതുന്നതും പാസ്സാവുന്നതും. അപ്പോൾ പ്രത്യക്ഷത്തിലുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ നടത്തുന്നത് 9ാം ക്ലാസ്സിൽ കുറ്റിപ്പുറത്ത് ഹൈസ്കൂളിൽ വന്ന സമയത്താണ്. അന്ന് ഞാൻ MSFൻ്റെ മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള MSFലാണ് വളരെ സജീവമായിട്ട് ഉണ്ടായിരുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ കുറ്റിപ്പുറം അസംബ്ലി നിയോജക മണ്ഡലം MSFൻ്റെ 2 സെക്രട്ടറിമാരിൽ ഒരാളായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അന്ന് മുതലേ വിദ്യാർത്ഥി രാഷ്ട്രീയത്തോട് എനിക്ക് ആഭിമുഖ്യമാണ്. MSFൻ്റെ ആ കാലത്ത് നടന്നൊരു സംസ്ഥാന സമ്മേളനത്തിലൊക്കെ 10ാം ക്ലാസ്സിൽ നിന്ന് ഞാൻ പോയിരുന്നു. അങ്ങനെ വന്ന് പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞു. കോളേജിൽ പഠിക്കുന്ന സമയത്താണ്
വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമാകുന്നത്. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തും വളരെ സജീവമായിരുന്നു. PGക്ക് പഠിക്കുന്ന സമയത്തും ഞാൻ വളരെ സജീവമായിരുന്നു. കോളേജ് യൂണിയൻ്റെ ചെയർമാനായി. പിന്നെ ഞാൻ അവിടെ തന്നെ അധ്യാപകനായിട്ട് PSMO കോളേജിൽ തന്നെ, ഞാൻ പഠിച്ച കോളേജിൽ, ഞാൻ ചെയർമാനായ കോളേജിൽ 4 വർഷം കഴിയുമ്പോഴേക്ക് ഞാനൊരു അധ്യാപകനായിട്ട് വന്നു. MA ഫൈനൽ ഇയർ ചെയർമാനായിട്ട് കോളേജിൽ നിന്ന് പോയി. ഒരു 3 വർഷം കഴിയുമ്പോഴേക്ക് MPhil കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്തു. അതിനുശേഷം 90-ലാണ് ഞാൻ പോകുന്നത്. 94-ൽ ഞാൻ തിരിച്ച് കോളേജിൽ ലെക്ചറായിട്ട് എത്തി. അപ്പോൾ എനിക്ക് വോട്ട് ചെയ്ത കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു ഭാഗ്യം കിട്ടി എനിക്ക്. ഞാൻ ചെയർമാനായി മത്സരിച്ച സമയത്ത് പ്രീ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന കുട്ടികൾ, ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിച്ചിരുന്ന കുട്ടികൾ, അവരൊക്കെ MA ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഒക്കെ ആയി. പ്രീ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന കുട്ടികൾ പിന്നെ ഡിഗ്രി തേർഡ് ഇയറും സെക്കൻഡ് ഇയറും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു സൗഭാഗ്യം എൻ്റെ ജീവിതത്തിലുണ്ടായി. അന്ന് മുതലേ പൊതുപ്രവർത്തനത്തോട് എനിക്ക് വലിയ ആഭിമുഖ്യമായിരുന്നു. പിന്നെ അതിന് നല്ല പിന്തുണയായിരുന്നു എൻ്റെ ഗ്രാൻഡ് മദർ, ഉമ്മയുടെ ഉമ്മ. ഞാനിങ്ങനെ അങ്ങനെ ഒരു കണക്ഷൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഉമ്മാന്റെ വീട്ടിലായിരുന്നു നിന്നത്. ഉമ്മാന്റെ വീട്ടിൽ നിന്നിട്ടാണ് കോളേജിലേക്കൊക്കെ പോയത്. അപ്പോൾ വല്യമ്മയാണ് നമ്മളുടെ ഒരു ഫിനാൻസർ എന്ന് പറഞ്ഞത്. അപ്പം എന്നെ വലിയ താല്പര്യമായിരുന്നു. അപ്പോൾ പ്രസംഗിക്കാനൊക്കെ പല സ്ഥലങ്ങളിലേക്കൊക്കെ ആളുകൾ വിളിച്ചു കൊണ്ടുപോകണതൊക്കെ ഉമ്മാക്ക് വലിയ പിന്നെ അഭിമാനമായിരുന്നു. അപ്പം ഞാനിങ്ങനെ രാഷ്ട്രീയ രംഗത്ത് വളർന്നു വരുന്നത് ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരുന്നു. ഫാദറിന് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ വല്യമ്മയാണ് ശരിക്ക്, ഗ്രാൻഡ് മദറാണ് എൻ്റെ ഒരു പിന്നെ മെൻഡർ എന്ന് പറഞ്ഞത്. റിയൽ പോരാളിയാണ്. ഞാൻ 2006 മത്സരിച്ച് ജയിച്ചപ്പോൾ, ഫസ്റ്റിൽ നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ച ആ സമയത്ത് വല്യമ്മ ജീവിച്ചിരിപ്പുണ്ട്. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് വല്യമ്മ മരണപ്പെടുന്നത്. പിന്നെ പൊതുപ്രവർത്തനം വളരെ സജീവമായിട്ട് തന്നെ നടത്തി. യൂത്ത് ലീഗിൻ്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആയി. 2004-2005 കാലത്താണ് ലീഗിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുന്നത്. അത് ചില ഇഷ്യൂസുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു സസ്പെൻഷൻ. പിന്നെ അതൊരു പുറത്താക്കലിലേക്ക് നീങ്ങി. 2006 കുറ്റിപ്പുറത്ത് മത്സരിച്ചു, ജയിച്ച നിയമസഭാംഗമായി. അതോടെ അധ്യാപന ജോലി അവസാനിപ്പിച്ചു. കഴിഞ്ഞ 20 വർഷമായിട്ട് MLA എന്നുള്ള നിലക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അല്ല, ഇതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ 8ാം ക്ലാസ് വരെയൊക്കെ നല്ല വികൃതിയായി നടന്നിട്ട് പെട്ടെന്ന് അത് സ്റ്റോപ്പ് ആവില്ലല്ലോ? അല്ല, വികൃതി ആ ഒരു സമയം കൊണ്ട് തീർന്നു. യഥാർത്ഥത്തിൽ ഒരു 8ാം ക്ലാസ് കഴിഞ്ഞ് 9ഉം 10ഉം ഒക്കെ ആയപ്പോഴേക്ക് കുറച്ചുകൂടി ഒരു മെച്യൂരിറ്റി വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെനിക്ക് സഹായകമായത് ഞാൻ മനസ്സിലാക്കുന്നത് സിനിമകളാണ്. സിനിമകളെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ പ്രേം നസീറിൻ്റെ ഒരു വലിയ ഫാനായിരുന്നു. ആ കാലത്ത് ഞങ്ങൾ പ്രേം നസീർ ഫാൻസ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞു കണ്ട് ഒരു അസോസിയേഷനൊക്കെ രൂപീകരിച്ചിരുന്നു. അപ്പോൾ സിനിമയിലൊക്കെ പിന്നെ നസീറിൻ്റെ റോള്, സത്യൻ്റെ റോള് ആ കാലത്ത് അവരായിരുന്നല്ലോ പ്രധാനപ്പെട്ട നടന്മാർ. സുകുമാരൻ, അവരൊക്കെയാണ് നമ്മളുടെ ഹീറോസ്. അപ്പോൾ അവരൊക്കെ നല്ല കഥാപാത്രങ്ങൾ ചെയ്യുന്നു, നന്മക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു, ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു. അതൊക്കെ എന്നിൽ ഭയങ്കരമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ചെയ്തു. അപ്പോൾ കൂടുതൽ ഞാൻ ഈ രംഗത്ത് നിൽക്കണം എന്ന് തോന്നി. ഇങ്ങനെ നിൽക്കണം, പൊതുപ്രവർത്തനം നടത്തണം, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള ഒരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായി. സിനിമയാണ് യഥാർത്ഥത്തിൽ. എനിക്ക് സിനിമ എന്നെ ഒരിക്കലും ബാഡ്ലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. എനിക്ക് അഭിമാനത്തോട് കൂടിയിട്ട് പറയാൻ പറ്റും, എൻ്റെ ജീവിതത്തെ മോൾഡ് ചെയ്തതിൽ മലയാള സിനിമ ഭയങ്കര പങ്കുവഹിച്ചിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് സിനിമ കാണുമായിരുന്നു. സിനിമ എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. 2-3 തിയേറ്ററുകളുണ്ട് ഞങ്ങളുടെ നാടിൻ്റെ ചുറ്റും. അവിടെയൊക്കെ പോയിട്ട് ഞാൻ, അന്ന് ടാക്കീസുകളാണ്, തിയേറ്ററുകളല്ല, ഞാൻ സിനിമ കാണും. അപ്പോൾ സിനിമയിൽ നിന്ന് വല്ലാത്ത ഒരു നന്മയോടുള്ള ആഭിമുഖ്യം, പാവപ്പെട്ടവരോട്, സാധാരണക്കാരോട്
ഒക്കെ ഉള്ള ഒരു അഫെക്ഷൻ എനിക്ക് ഉണ്ടായി. അതുണ്ടാക്കിയത് എന്നിൽ സിനിമയാണ്. ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു മാറ്റം ഒരാളിൽ ഉണ്ടാവണമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. ഞാൻ പലരും സിനിമ കാണരുത് എന്നൊക്കെ പറയും, പക്ഷെ എനിക്ക് സിനിമ എല്ലാ അർത്ഥത്തിലും ഗുണമാണ് ചെയ്തിട്ടുള്ളത്. എന്നിൽ പൊതുപ്രവർത്തനത്തിൻ്റെ ആ കനൽ ഊതി കത്തിച്ചത് സിനിമയാണ്. പൊതുജനങ്ങൾക്ക് വേണ്ടി നിൽക്കണം, സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നൊക്കെയുള്ള ബോധം വളരെ രൂഢമൂലമാക്കിയത് സിനിമയിലെ നല്ല കഥാപാത്രങ്ങളാണ്. ആ കഥാപാത്രങ്ങളോട് നമ്മൾ ഇഴുകിച്ചേർന്നതാണ്. പണ്ട് കടിച്ച സുഹൃത്തുണ്ടല്ലോ ഇംതിയാസ്, ആളെ പിന്നെ ഇല്ല, കണ്ടില്ല. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഞാനിപ്പോൾ ഈ അടുത്ത് ഞാൻ മന്ത്രിയായ സമയത്ത് ഞാൻ അവനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തി നോക്കി. പക്ഷെ അവന് ലണ്ടനിലാണ് എന്ന് അറിയാൻ പറ്റി, UK-ലാണ്. അപ്പോൾ അവിടെയാണ് സ്ഥിരതാമസം അവിടെയാണ്, അവിടെ പൗരത്വമൊക്കെ എടുത്ത് അവിടെയാണ് എന്ന് പറഞ്ഞു. അതെ 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 അതെ. അപ്പൊ എന്റെ കടി കിട്ടിയ ആളും മോശമായിട്ടില്ല. അവന് പിന്നെ UK-ൽ പോയിട്ട് അവിടെ സെറ്റിലായി. എന്നിട്ട് ഞാൻ അവന്റെ നമ്പറൊക്കെ മേടിച്ച് അവന്റെ ഉമ്മാനെ പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിരുന്നു. അപ്പോൾ വേറൊരാൾ കോണ്ടാക്ട് ചെയ്തിട്ട് അടുത്ത് വന്നാൽ കോണ്ടാക്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഐ എം വെയിറ്റിംഗ് ഫോർ ഹിം. ഒന്ന് നേരിൽ കണ്ട് മാപ്പി ചോദിക്കാം. തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് കാണുമെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ ഒരു അപ്പോളജി ആയിട്ട്, ഒരു ക്ഷമാപണമായിട്ട് പിന്നെ ഇംതിയാസ് കരുതണം. ഞാൻ ഇംതിയാസിന് ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയാണ് ക്ഷമാപണം നടത്താൻ. 8ാം ക്ലാസ്സിലെ തെറ്റ്, 8ാം ക്ലാസ്സിലെ, അതെ 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ആ സംഭവം ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ അതിലേതെങ്കിലും ഏതോ ഒരു ക്ലാസ്സിലാണ്. അടിപിടി കൂടിയപ്പോ പിന്നെ ഇവിടെ ജയിക്കാന്നുള്ളതാണ് പ്രധാനം. രാഷ്ട്രീയ പാർട്ടികൾ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് പോലെയാണ് ഒരാള് മറ്റൊരാളുമായിട്ട് ഇതുപോലുള്ള മൽപ്പിടുത്തത്തിൽ ഏർപ്പെടുന്നത്. എങ്ങനെയെങ്കിലും ജയിക്കുക എന്നുള്ളതാണ്. അവിടെ പിന്നെ ഫൗളൊന്നും ഇല്ലല്ലോ. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ എന്തും സ്വീകരിക്കുന്ന ഒരു നിലപാട് ഉണ്ടല്ലോ സ്ഥാനാർത്ഥികൾക്ക് എന്നതുപോലെ ആയിട്ടാണ് എനിക്ക് അന്നത് തോന്നിയത്. ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫീലിംഗിലാണ് ഞാൻ അന്ന് അടിപിടി കൂടിയത്. അതുകൊണ്ട് ജയിക്കുക, അവനെ കീഴ്പ്പെടുത്തുക എന്നുള്ളതായിരുന്നു പ്രധാനം. അതെങ്ങനെ ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ന്യായീകരിക്കപ്പെട്ട ഒരു മാർഗമായിരുന്നു ജയിക്കാൻ. അതല്ലാതെ മറ്റു വഴികളൊന്നും എന്റെ മുമ്പിൽ, അതെ അതെ അതെ, എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല ജയിക്കാൻ. അല്ല, ഈ വികൃതിയുള്ള കുട്ടികളെ പിന്നീട് അധ്യാപകനായ സമയത്ത് കണ്ടിട്ടുണ്ടോ ഇതേ മോഡലുള്ള? ഇല്ല, ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് അത്ര വികൃതിയുള്ള കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അധ്യാപകനായപ്പോൾ വേറൊരു പിന്നെ ലെവലിലെ കുട്ടികളുമായിട്ട് നന്നായിട്ട് ഇത് ചെയ്തു. ഞാൻ നന്നായിട്ട് ക്ലാസ് എടുത്തു കൊടുക്കുമായിരുന്നു. പക്ഷെ കുട്ടികളെ പിന്നെ നിയന്ത്രിച്ച് നിർത്തുകയും ചെയ്യുമായിരുന്നു. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ വികൃതി കാണിക്കുന്ന കുട്ടികൾ വലിയ നിലയിൽ എത്തും. എല്ലാവരും അങ്ങനെ എത്തിക്കൊള്ളുന്നില്ല. ചില വികൃതി കാണിക്കുന്നവരൊക്കെ പഠിക്കാൻ ഞാൻ അന്നും ഒരു മോശക്കാരനായിരുന്നില്ല. ഒരു PhD ഇവിടുന്ന് എടുത്തു, കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്തു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ PDF-ന് പോകണമെന്നൊക്കെ കരുതിയതായിരുന്നു. പിന്നെ ഈ തിരക്കിന്റെ ഇടയിൽ ഞാനത് പിന്നെ വിട്ടുപോയതാണ്. പക്ഷെ ഞാനത് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ടില്ല. അതെപ്പോൾ വേണമെങ്കിലും പോവാമല്ലോ. അതെ, പഠനത്തിന് ഒരിക്കലും പ്രായമില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല. ഞാൻ യഥാർത്ഥത്തിൽ PDF ചെയ്യണമെന്ന് ഉദ്ദേശിച്ച സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ 1921 ഒരുപാട് ആളുകളെ മലബാറിൽ നിന്ന്, പ്രത്യേകിച്ച് മലപ്പുറത്ത് നിന്ന് ആൻഡമാനിലേക്ക് നാട് കടത്തിയിരുന്നു. അപ്പോൾ സ്റ്റഡീസ് ഓൺ എക്സൈൽഡ് മാപ്പിളാസ് ടു ആൻഡമാൻ ഡ്യൂറിങ് 1921 അതായിരുന്നു എൻ്റെ PDF-ന്റെ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അല്ല, PhD-യും 1921 അതെ, അത് റോൾ ഓഫ് ലീഡർഷിപ്പ് ഇൻ ദി മലബാർ റിബല്യൻ 1921 അതായിരുന്നു PhD-യുടെ സബ്ജക്റ്റ്. എൻ്റെ MPhil-ന്റെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി മലബാർ റിബല്യൻ എന്നുള്ളതായിരുന്നു. കാരണം അങ്ങനെ പഠിക്കുമ്പോഴേ നമുക്ക് പിന്നെ ഒരു വിഷയത്തെ അതിൻ്റെ സമ്പൂർണതയിൽ അപഗ്രഥിക്കാൻ വേണ്ടി പറ്റുള്ളൂ. MPhil-ന് ഡെസർട്ടേഷന് ഞാൻ ടോപ്പിക്കായിട്ട് തിരഞ്ഞെടുത്തത് ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി മലബാർ റിബല്യൻ 1921 എന്നുള്ളതായിരുന്നു. അപ്പം എൻ്റെ അധ്യാപകൻ പറഞ്ഞു, ഇനി നിങ്ങൾ PhD-ക്ക് പോകുമ്പോൾ റോൾ ഓഫ് ലീഡർഷിപ്പ് ഇൻ ദി മലബാർ റിബല്യൻ വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആൻഡ് അലി മുസ്ലിയാർ, ആ സബ്ജക്റ്റ് ചെയ്യായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് പറഞ്ഞു.
അങ്ങനെയാണ് പിന്നെ അത് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ PDF ഞാൻ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് കണ്ടുവച്ചത്. ഞാൻ അതിൻ്റെ ഒരു പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. കുറച്ച് സോഴ്സുകളൊക്കെ കളക്ട് ചെയ്ത് വെച്ചു. അതിനെ സംബന്ധിച്ച് നന്നായി പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 3-4 മാസം, 3-4 ഒരു വർഷമോ 1.5 വർഷമോ ഒക്കെ ആൻഡമാനിൽ പോയിട്ട് നമ്മൾ അവർക്കിടയിൽ ജീവിക്കണം. അങ്ങനെ ജീവിച്ച് ഓരോ കാര്യവും നമ്മൾ മനസ്സിലാക്കണം വളരെ സൂക്ഷ്മമായിട്ട്. ഇപ്പോഴത്തെ മലപ്പുറത്തെ അല്ലെങ്കിൽ മലബാറിലെ ആളുകളുടെ ജീവിത രീതികൾ, അവരുടെ ശീലങ്ങൾ, അവരുടെ സംസ്കാരം, അവരുടെ കലാ സാംസ്കാരിക സംഗീത പൈതൃകം, അതൊക്കെ ഇവരിൽ എങ്ങനെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഏതൊരു ജനതക്കും ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ ഇവർ പഴയതിനെ നിലനിർത്താനാണോ ശ്രമിക്കുന്നത്? അതല്ല, ആൻഡമാനിലേക്ക് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നാടുകടത്തപ്പെട്ട വിവിധ സമൂഹങ്ങളുണ്ട്. എസ്പെഷ്യലി ഫ്രം ബംഗാൾ, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, അവിടെ നിന്നൊക്കെ നാടുകടത്തപ്പെട്ട ആളുകളുണ്ട്. ആ കാലത്ത് ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിൽ പങ്കെടുത്ത ദേശീയ തൽപരരായിട്ടുള്ള രാജ്യസ്നേഹികളുടെ ഒരു തലമുറയെയാണ് നാട് കടത്തിയത്. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്യൂരിറ്റി ആ കമ്മ്യൂണിറ്റിക്ക് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ, തീർച്ചയായിട്ടും. അതെ, അവിടെ പോയി തന്നെ മനസ്സിലായി. അതെ. ഒരുപാട് ബുക്കുകൾ വായിക്കൂ? ഞാൻ പിന്നെ പുസ്തകങ്ങൾ നന്നായിട്ട് വായിച്ചിരുന്നു. ഈ അടുത്ത കാലത്ത് കുറച്ച് പുസ്തകങ്ങൾ വായിക്കുന്നതിൽ കുറച്ചൊരു ഇത് വന്നിട്ടുണ്ട്. ലീഡർഷിപ്പ് അൺഫിൽറ്റർഡ് എന്ന് പറഞ്ഞ സീരീസ് ചെയ്തു തുടങ്ങിയ പിന്നെ നമ്മൾ ഈ ലീഡേഴ്സിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എല്ലാവരും നന്നായി വായിക്കുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ അവർ പഠിക്കുന്നു. അതിൽ ഡിഗ്രി എന്നുള്ളതല്ല, പക്ഷെ അവർ അതിന് വേണ്ടിയിട്ട് തന്നെ പഠിക്കുന്നു, അതിനുവേണ്ടി അവർ എഫേർട്ട് എടുക്കുന്നു. ഇവിടെ 24 മണിക്കൂർ തികയുന്നില്ല എന്ന് പറയുന്നവരുടെ അടുത്ത് ശരിക്കും നിങ്ങൾ ലീഡേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെഞ്ച് മാർക്കാണ്. നല്ല സ്ട്രഗിൾ ചെയ്യുന്ന ലീഡേഴ്സ് ഒക്കെ ഒരുപാടുണ്ട്, നന്നായി വായിക്കുന്ന ആളുകളുണ്ട്. ഇപ്പം ഞാൻ പിന്നെ ഏറ്റവും അടുത്ത് വായിച്ച് തീർത്ത പുസ്തകം എന്ന് പറഞ്ഞാൽ കേരളവർമ്മ പഴശ്ശിരാജ എന്ന് പറഞ്ഞിട്ട് ഭാസ്കരൻ മാഷ് എഴുതിയിട്ടുള്ളൊരു പുസ്തകം. അത് റിവ്യൂ ചെയ്യേണ്ട ഒരു സാഹചര്യം എനിക്കുണ്ടായി. അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ ആ പുസ്തകം ഫുള്ളായിട്ട് അതിൻ്റെ ഓരോ പേജും എന്ന് തന്നെ വേണമെങ്കിൽ പറയാം സൂക്ഷ്മമായിട്ട് വായിച്ചു. ഇനി അടുത്തത് വായിക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുള്ളത് മഹ്മൂദ് മംദാനിയുടെ പുസ്തകമാണ്. അതായത് ഇപ്പോഴത്തെ ന്യൂയോർക്ക് മേയറുടെ ഫാദർ പ്രൊഫസർ മഹ്മൂദ് മംദാനി. അദ്ദേഹത്തിൻ്റെ ഗുഡ് മുസ്ലിം ആൻഡ് ബാഡ് മുസ്ലിം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. നല്ല മുസ്ലിം ചീത്ത മുസ്ലിം എന്ന പേരിൽ അത് മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ പുസ്തകമാണ് ഞാൻ ഇനി വായിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളത്. അതാണ് ഇനി നെക്സ്റ്റ് എൻ്റെ ടാർഗറ്റ്. വായിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ബുക്ക് ഏതാ? ഒരാൾക്ക് റെഫറൻസ് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ ഇത് വായിക്കണം എന്ന് പറയുകയാണെങ്കിൽ. അല്ല, എനിക്ക് ചരിത്രത്തോടാണ് താല്പര്യം. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടിട്ടുള്ള ബുക്കുകൾ എന്ന് പറഞ്ഞാൽ ബിപിൻ ചന്ദ്രയുടെ ബുക്കുകളാണ്. ബിപിൻ ചന്ദ്ര എഴുതിയിട്ടുള്ള ഇന്ത്യൻ ഹിസ്റ്ററി, ഫ്രീഡം സ്ട്രഗിൾ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുണ്ട്. അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് വായിക്കാൻ. വളരെ സെക്കുലറായിട്ട് ഇന്ത്യയുടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ് ബിപിൻ ചന്ദ്ര. അപ്പം അദ്ദേഹത്തിൻ്റെ ചരിത്ര പുസ്തകത്തോടാണ് എനിക്ക് വളരെ താല്പര്യം. പിന്നെ മറ്റുള്ള നോവൽ, കഥ, ഇതിലൊക്കെ MT മാധവിക്കുട്ടി, OV വിജയൻ, അവരുടെ ഒക്കെ പുസ്തകങ്ങളോട് എനിക്കിഷ്ടമാണ്. ഒരുപാട് ബുക്കുകൾ വായിക്കുക, അല്ലെങ്കിൽ ചരിത്രത്തിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. ബുക്ക് എഴുതൂ? ഇപ്പോൾ 15ാമത്തെ പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ്. 15ാമത്തെ ബുക്ക്? അതെ. 14ാമത്തെ പുസ്തകം മാർക്കറ്റിൽ ഇറങ്ങി, പക്ഷെ അത് റിലീസ് അടുത്ത മാസമാണ്. സോഷ്യലിസ്റ്റായ മുഹമ്മദ് നബി എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ആത്മകഥ ഞാൻ 25 ഇയേഴ്സിൻ്റെ എഴുതി വെച്ചിട്ടുണ്ട്. അത് പ്രസിദ്ധീകരിച്ചു. പച്ച കലർന്ന ചുവപ്പ് എന്ന് പറഞ്ഞിട്ട് അത് കണ്ണൂർ കൈരളി ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചത്. അത് ശരി. ഞാനപ്പോ ഇതില് ഭയങ്കര ബാക്കിലാണ്. അപ്പൊ ഞാനത് വായിക്കണം. 25 കാൽ നൂറ്റാണ്ടിന്റെ കഥ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിന്റെ 25 വയസ്സ് വരെയുള്ള സംഭവങ്ങളാണ്. ഏതാണ്ടൊരു 380-390 പേജുകളിലായിട്ട് ഇപ്പോൾ ഫസ്റ്റ് വോളിയം എന്നുള്ള നിലയ്ക്ക് എഴുതി വെച്ചിട്ടുള്ളത്. അത് പ്രസിദ്ധീകരിച്ചു. ഉണ്ടോ? ഇല്ല, ഇവിടെ ഇല്ല.
ഒരെണ്ണം ഒപ്പിട്ട് തന്നെ മേടിക്കണമായിരുന്നു. ഞാൻ തരാം അത്. പിന്നെ അത് കഴിഞ്ഞ് 13 പുസ്തകങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ചു. 14-മത്തതും പ്രസിദ്ധീകരിച്ചു. 14-മത്തത് ഈ സോഷ്യലിസ്റ്റായ മുഹമ്മദ് നബി എന്ന് പറയുന്ന പുസ്തകം ജനുവരിയിൽ മലപ്പുറത്ത് വെച്ച് നടക്കുന്ന ഒരു വലിയ ചടങ്ങിൽ CM തന്നെ, മുഖ്യമന്ത്രി തന്നെ അതിൻ്റെ പ്രകാശനം നിർവഹിക്കും. അദ്ദേഹത്തെ കൊണ്ട് തന്നെ പ്രകാശിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. 15-മത്തെ പുസ്തകം ചിന്തയാണ് പ്രസിദ്ധീകരിക്കുന്നത്. അത് അമേരിക്ക ടു മക്ക എന്നുള്ളതാണ് അതിൻ്റെ പേര്. അമേരിക്ക ടു മക്ക. അതൊരു സഞ്ചാര വിചാരമാണ്, ഒരു യാത്രാ വിവരണം. അമേരിക്കയിൽ നിന്ന് തുടങ്ങുന്ന ഒരു യാത്ര, അങ്ങനെ പല പല സ്ഥലങ്ങളിലൂടെയും പിന്നിട്ട് അത് ഒറ്റ സമയത്ത് നടത്തിയതല്ല, വ്യത്യസ്ത സമയങ്ങളിലായിട്ട് വ്യത്യസ്ത രാജ്യങ്ങളിലൂടെ നടത്തിയിട്ടുള്ള യാത്രയുടെ അത് കമ്പൈൽ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. അതിൽ ഓസ്ട്രേലിയ ഉണ്ട്, ബംഗാളിലൂടെ ഞാനൊരു 2 ആഴ്ച ബംഗാള് പിന്നെ മേഖലകളിലൂടെ പോയിരുന്നു. എല്ലാ ബുക്കുകളും മിക്കയുടെ അനുഭവങ്ങളിലൂടെ ഉള്ളതാണോ? അല്ല, ആദ്യത്തെ പുസ്തകം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ഒരു കൊടുങ്കാറ്റായ ജനപക്ഷ രാഷ്ട്രീയം എന്നുള്ളതായിരുന്നു ആദ്യത്തെ പുസ്തകം. ആളുകൾ ആരെങ്കിലും വന്നോ? പ്രശ്നം ഉണ്ടാക്കാൻ വരുമല്ലോ. അത് 2006 തെരഞ്ഞെടുപ്പും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് അതിലെ പ്രതിപാദ്യം. പിന്നെ വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു പുസ്തകമായിരുന്നു എൻ്റെ PhD-യുടെ ഡെസർട്ടേഷൻ്റെ മലയാളം പരിഭാഷ. മലബാർ കലാപം ഒരു പുനർവായന എന്നുള്ള പേരിൽ. അതിപ്പോൾ 9ാമത്തെ എഡിഷനായി, 9th എഡിഷനായി. അത് ചിന്തയാണ് പ്രസിദ്ധീകരിച്ചത്. അതിൻ്റെ തന്നെ ഇംഗ്ലീഷ് റീവിസിറ്റിംഗ് മലബാർ റെബല്ലിയൻ 1921 എന്ന് പറഞ്ഞിട്ട് DC ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം 13 പുസ്തകങ്ങൾ എഴുതി. സ്വർഗസ്ഥനായ ഗാന്ധിജി, മതം, മതഭ്രാന്ത്, മതേതരത്വം, അങ്ങനെ തുടങ്ങി രാമേശ്വരത്തെ സൂഫി. അതൊക്കെ നമ്മളുടെ റൈറ്റിങ്സിൻ്റെ കളക്ഷൻസ് ആണ്. അതൊക്കെ ലേഖനങ്ങളുടെ സമാഹാരം. പിന്നെ കേരളത്തിൻ്റെ ദാരാഷുക്കോ എന്ന് പറഞ്ഞിട്ട്. ഈ പേരുകളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത്? അതെന്ന് വെച്ചാൽ ഈ ഇസ്ഹാഖ് സാഹിബ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഭഗവത്ഗീതയും മനുസ്മൃതിയും ഒക്കെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ്, ഒരു മുസ്ലിം പണ്ഡിതൻ. അദ്ദേഹത്തെ സംബന്ധിച്ച് കേട്ടപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് എഴുതണം എന്ന് തോന്നി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പേര് നൽകിയത്, കേരളത്തിൻ്റെ ദാരാഷുക്കോ. ദാരാഷുക്കോ എന്ന് പറഞ്ഞാൽ മുഗള രാജവംശത്തിലെ ഔറംഗസേബിൻ്റെ സഹോദരനായിരുന്നു. അദ്ദേഹമാണ് മഹാഭാരതവും രാമായണവും ഒക്കെ പേർഷ്യൻ ഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തിയത്. വലിയ സാഹിത്യാഭിരുചിയുള്ള ആളായിരുന്നു അദ്ദേഹം. അപ്പം സമാനനായിട്ടുള്ളൊരു വ്യക്തിയാണ് ഇദ്ദേഹം. കാരണം ഭഗവത്ഗീത, അതുപോലെ തന്നെ മനുസ്മൃതി, ഇതൊക്കെ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്താൻ തക്ക സംസ്കൃത പാണ്ഡിത്യം ഉള്ള ആളായിരുന്നു, വിദ്വാനായിരുന്നു ഇസ്ഹാഖ് സാഹിബ്. അപ്പം അതുകൊണ്ടാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് പുസ്തകം എഴുതിയപ്പോൾ കേരളത്തിൻ്റെ ദാരാഷുക്കോ എന്ന് പേര് കൊടുത്തത്. മതത്തിനെയും അല്ലെങ്കിൽ ദൈവത്തിനെയും എങ്ങനെയാണ് ഇക്കയുടെ ഒരു കാഴ്ചപ്പാടിൽ ഇക്ക ഡിഫൈൻ ചെയ്യുക? എല്ലാ മതങ്ങളുടെയും പ്രഭവ കേന്ദ്രം ഒന്നാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്നും വ്യത്യസ്തമല്ല. വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ അവതീർണമായിട്ടുള്ള ദർശനങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ഈ മതങ്ങളെല്ലാം. അതിലേറ്റവും കാലപ്പഴക്കം ചെന്ന മതമാണ് ഹിന്ദുമതം. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ജുദായിസം, അത് കഴിഞ്ഞിട്ടുള്ളതാണ് ക്രിസ്ത്യാനിറ്റി, അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇസ്ലാം. ഇസ്ലാമിന് സാമാന്യേന പ്രായം കുറവാണ്. അതെ. അതും കഴിഞ്ഞാണ് പിന്നീട് സിഖിസം ഉണ്ടാകുന്നത്, ബുദ്ധിസം, ജൈനിസം. ഇതൊക്കെ ഹിന്ദുമതത്തിന് ശേഷം ബിഫോർ ക്രൈസ്റ്റ് ഉണ്ടായിട്ടുള്ള മതദർശനങ്ങളാണ്. അപ്പം ഇതെല്ലാം പ്രഭവ കേന്ദ്രം ഒന്നാണ്. അവിടെ നിന്നിങ്ങനെ ഒഴുകി ഒഴുകി വന്ന് വ്യത്യസ്ത കൈവഴികളായി ദൈവസന്നിധാനത്തിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരേ ലക്ഷ്യത്തിലേക്കാണ് എല്ലാവരും പോകുന്നത്. ഒരു പുഴയിലൂടെ അല്ല എന്ന് മാത്രം, ഒരു വഴിയിലൂടെയല്ല,
വ്യത്യസ്ത പുഴകളിലൂടെ, കൈവഴികളിലൂടെ, പാതകളിലൂടെ എല്ലാ മനുഷ്യരും ദൈവസന്നിധാനത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കുന്നിടത്താണ് തീർച്ചയായിട്ടും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കേണ്ട അല്ലെങ്കിൽ കശപിശ കൂടേണ്ട ഒരു വിഷയമല്ല. എല്ലാവരും പറയുന്ന ദൈവം ഒന്നാണ്. ദൈവം ഒന്നേ ഉണ്ടാവുള്ളൂ. അതെ. ഒരുപാട് ദൈവങ്ങളുണ്ടെങ്കിൽ വാനലോകത്ത് തന്നെ കലാപം ഉണ്ടാവും. മനുഷ്യന്മാര് കലാപത്തിൽ ഏർപ്പെടുന്നത് പോലെ ദൈവങ്ങളും കലാപങ്ങളിൽ ഏർപ്പെടുമല്ലോ. കാരണം ഇപ്പോൾ ഒരു കാറ്റാസ്ട്രോഫി ഉണ്ടാവും, ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവും. ആ വെള്ളപ്പൊക്കത്തില് പിന്നെ ഹിന്ദുക്കൾക്ക് മാത്രം ജീവഹാനി സംഭവിക്കുന്ന ഒരു സമയമാണ് എങ്കിൽ ഹിന്ദു ദൈവം വന്നിട്ട് പറയും അങ്ങനെ പറ്റൂല, എൻ്റെ ആളുകൾ മാത്രം മരിക്കേ. എന്തുകൊണ്ട് പിന്നെ മുസ്ലിങ്ങൾ മരിക്കണില്ല, ക്രിസ്ത്യാനികൾ മരിക്കണില്ല, അവരെയും കൊല്ലണ്ടേ എന്നുള്ള പ്രശ്നമാവും അവർക്കിടയിലെ വലിയ തർക്കങ്ങൾ. അപ്പൊ എല്ലാവരും ഈ അപകടങ്ങളിലൊക്കെ പെടുന്നു എന്നുള്ളത് തന്നെ ദൈവം ഒന്നുള്ളൂ എന്നുള്ളതിന്റെ, എല്ലാവരും വിളിക്കുന്ന ദൈവം ഒന്നാണ് എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. ഏറ്റവും വലിയ തെളിവും കൂടിയാണ്. ഏറ്റവും വലിയ തെളിവും കൂടിയാണ്. ഓരോരുത്തർക്കും ഓരോ ദൈവം ഉണ്ടെന്നുണ്ടെങ്കിൽ നാശങ്ങളിൽ ഒരാളും മരിക്കില്ലോ. ഹിന്ദു ദൈവം ഹിന്ദുക്കളെ വന്ന് രക്ഷിച്ചു കൊണ്ടുപോകും, മുസ്ലിങ്ങളുടെ പടച്ചോൻ മുസ്ലിങ്ങളെ വന്ന് രക്ഷിച്ചു കൊണ്ടുപോകും, ക്രിസ്ത്യാനികളുടെ ഈശോ ക്രിസ്ത്യാനികളെ രക്ഷിച്ചു കൊണ്ടുപോകും. മറ്റുള്ള ആളുകളുടെ കാര്യമൊന്നും അവര് നോക്കൂല്ലോ, അവരവരെ പിന്നെ ആൾക്കാരെ കാര്യമില്ലേ നോക്കുക. അപ്പൊ അങ്ങനെ നടക്കുന്നില്ല എന്നുള്ളത് തന്നെ ദൈവം ഒന്നേ ഉള്ളൂ. ആ ദൈവത്തെ വ്യത്യസ്ത പേരുകളിൽ വിളിക്കുകയാണ്. ഇപ്പൊ വേദഗ്രന്ഥങ്ങൾ, ആ വേദഗ്രന്ഥങ്ങളൊക്കെ തന്നെ ദൈവത്തിൽ നിന്ന് അവതീർണമായിട്ടുള്ളതാണ്. അതിലൊക്കെ തന്നെ അതൊക്കെ ദൈവവചനങ്ങൾ ആണ്. എല്ലാ വേദഗ്രന്ഥങ്ങളും വായിച്ചിട്ടുണ്ട്. പരമാവധി ഞാൻ വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്, എല്ലാറ്റിലൂടെയും കണ്ണോടിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു സത്യം അതാണ്. എല്ലാ വേദഗ്രന്ഥങ്ങളും, ഒരു വേദഗ്രന്ഥവും വേറെ ഒരു വേദഗ്രന്ഥത്തെ നിഷേധിക്കുന്നില്ല. ഒരു പ്രവാചകനും വേറെ പ്രവാചകന്മാർ കൊണ്ടുവന്ന ദർശനങ്ങളെ മോശമായിട്ട് പറയുന്നില്ല, തള്ളിപ്പറയുന്നില്ല. അപ്പൊ പ്രവാചകന്മാർ പരസ്പരം അംഗീകരിക്കുന്നു, വേദഗ്രന്ഥങ്ങൾ പരസ്പരം അംഗീകരിക്കുന്നു. ഇതൊക്കെ പിന്തുടരുന്ന മനുഷ്യർക്കാണ് പരസ്പരം അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ട് നിലനിൽക്കുന്നതിൻ്റെ കാരണം ഭൗതികമാണ്. കാരണം അത് നിലനിന്നാലേ അവർക്കൊക്കെ രക്ഷ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും. അല്ല, മതവും രാഷ്ട്രീയവും എന്ന് പറയുന്നതിന് എങ്ങനെയാണ്? രാഷ്ട്രീയാധികാരം കിട്ടാൻ വേണ്ടി മതത്തെ പല സന്ദർഭങ്ങളിലും ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അധികാരലബ്ധിക്ക് അടിസ്ഥാനപരമായ കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ വരുമ്പോൾ എല്ലാവരും ടൂളായിട്ട്, അതിൻ്റെ ഒരു പരിചയമായിട്ട് അവസാനം എടുക്കുന്നത് മതമാണ്. മതം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആളുകളുടെ പട്ടിണിയോ കഷ്ടപ്പാടോ ദാരിദ്ര്യമോ ഒന്നും ഒരു വിഷയമല്ല. അതിനെല്ലാം അതിജീവിക്കാൻ വേണ്ടി പറ്റും. എന്ത് ചെയ്തു നിങ്ങൾ ഈ നാടിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തെ മറികടക്കാനുള്ള ഏറ്റവും നല്ല പോംവഴി എന്ന് പറയുന്നത് പെട്ടെന്ന് വൈകാരികതയിലേക്ക് മനുഷ്യരെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. അത് മതമാണ് ഏറ്റവും മനുഷ്യനെ വികാരം കൊള്ളിക്കാൻ, പെട്ടെന്ന് മനുഷ്യനെ പ്രക്ഷുബ്ധനാക്കാൻ കഴിയുന്ന ഒരു എലമെന്റ്. ആ നിലക്കാണ് ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്ത് ഇപ്പോൾ ഓരോ മതവിഭാഗത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന ആളുകളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ സെക്യുലർ പാർട്ടികൾ എന്ന് നമ്മൾ കരുതുന്ന ആളുകൾ പോലും ഭൂരിപക്ഷ ജനവിഭാഗത്തിൻ്റെ വികാരങ്ങളോട്, അവരുടെ സെന്റിമെന്റ്സിനോട് അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. കാരണം തെരഞ്ഞെടുപ്പിൽ വോട്ട് വളരെ പ്രധാനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വോട്ടിൽ മുൻപിൽ നിൽക്കുന്നത് ആരാണ്, അപ്പൊ അവരുടെ സെന്റിമെന്റ്സിനോട് കൂടുതൽ ഒരാഭിമുഖ്യം കാണിക്കും. അത് കൂടുതൽ കാണിക്കുന്ന പാർട്ടിയാണ് BJP. അതുകൊണ്ടാണ് അവർക്ക് ഇന്ത്യയിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരാൻ വേണ്ടി കഴിഞ്ഞത്. എന്തിനേയും നമുക്ക് മറികടക്കാൻ വേണ്ടി പറ്റും, പക്ഷേ ഇതിനെ നമുക്ക് മറികടക്കാൻ വേണ്ടി പറ്റൂല. എല്ലാറ്റിനെയും നമുക്ക് മറികടക്കാം, പക്ഷേ ഈ മതവികാരം അതിന് തീ കൊളുത്തിയാൽ
അതിനെ മറികടക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. വളരെ പ്രയാസമാണ്. അത്രയും സെക്കുലർ ആവണം സൊസൈറ്റി. പക്ഷേ ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന സെക്കുലർ മൈൻഡിലേക്ക് ജനങ്ങൾ എന്ന് വരും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അല്ല, ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പം എല്ലാത്തിനും മേലെ നിൽക്കുന്ന ഒന്നാണ്. നമുക്കൊരു സ്വയം ഒരു ബോധം ഉണ്ടാവും എന്നുള്ളതാണ്. ഇത്തരം കാഴ്ചപ്പാടുകളെ എഡ്യൂക്കേഷൻ കൊണ്ട് ഓവർകം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ നാട്ടിൽ വിദ്യാസമ്പന്നരാണ് ഏറ്റവും വലിയ പക്ഷപാതികളും ഇതുപോലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്കാർ. ശാസ്ത്രജ്ഞന്മാർ വരെ പറയുന്നത് എന്താ, പശുവിൻ്റെ ഈ ചാണകം അത് ഒരു സിദ്ധൌഷധമാണ് എന്ന് ആരാ പറയുന്നത്? പശുവിൻ്റെ ചാണകം തേച്ചാൽ മതി, AC വേണ്ട എന്ന് പറയുന്നത് ആരാ? ചില്ലറക്കാരാണോ പറയുന്നത്? ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പലാണ് പറയുന്നത് കുട്ടികളോട്. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യാണ്? പ്രിൻസിപ്പലിന്റെ റൂമിലെ AC കേടുവരുത്തിയിട്ട് ചാണകം തേക്കാണ്. നിങ്ങളല്ലേ പറഞ്ഞത് ഇങ്ങനെ ചെയ്താൽ ശരിയാണ് എന്നുള്ളത്. അപ്പൊ നമ്മളുടെ നാട്ടില് ശാസ്ത്രജ്ഞന്മാർ പോലും പല പല അന്ധവിശ്വാസങ്ങൾക്ക് അടിപ്പെട്ടവരാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഈ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് തേങ്ങ ഉടക്കുക അതൊക്കെ ചെയ്യുന്നത് ഒരു ശാസ്ത്രബോധമുള്ള ഒരു ഇതിൽ നിന്ന് നമുക്കത് പ്രതീക്ഷിക്കാൻ പറ്റൂലല്ലോ, അങ്ങനെ പാടില്ലല്ലോ. അപ്പൊ അതൊക്കെ സൂചിപ്പിക്കുന്നത് വിദ്യാഭ്യാസം കൊണ്ട് മാത്രമായില്ല, സെക്കുലർ വിദ്യാഭ്യാസം തന്നെ വേണം. അത് അടിവരയിട്ട് പറയണം. സെക്കുലർ എഡ്യൂക്കേഷൻ തന്നെ വേണം. അല്ലാതെ മതാധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസം അത് കൊടുത്താൽ കൂടുതൽ അപകടമാണ്. വിദ്യാഭ്യാസം കൂടുന്തോറും ആളുകൾ എന്താവും, ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്ക് അടിപ്പെടുന്നവരായിട്ട് മാറും. ഇതിനെയൊക്കെ ഒരു നാട്ടാചാരമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഒരു നാട്ടിൽ ചിലപ്പോൾ ഒരു മിത്തുകൾ ഉണ്ടാവും. ആ മിത്തൊക്കെ എന്ന് പറഞ്ഞാൽ ആ നാട്ടിൻ്റെ ഒരു പൈതൃകം അല്ലെങ്കിൽ മിത്ത് എന്നുള്ള നിലക്കാണ് കാണേണ്ടത്. അതിനെയൊന്നും നമ്മൾ ഒരു മതവുമായിട്ടും ചേർത്ത് വായിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഇന്ത്യയിലുള്ള മിത്തുകൾക്ക് ഹിന്ദുയിസവുമായിട്ട് ബന്ധമുണ്ടാവും, ഒരു മുസ്ലിം രാജ്യത്തുള്ള മിത്തുകൾക്ക് ഇസ്ലാമുമായിട്ട് ബന്ധമുണ്ടാവും. അത് സ്വാഭാവികമാണ്. അവരുടെ റിലിജിയൻ ഈ മിത്തുകളിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ അതിനെ അങ്ങനെ കണ്ടാൽ മതി. അതിനെ മതത്തോട് നമ്മൾ റിലേറ്റ് ചെയ്യുമ്പോഴാണ് പ്രശ്നം. ഓരോന്നിനെയും നിർത്തേണ്ട സ്ഥാനത്ത് നിർത്താൻ നമുക്ക് സാധിച്ചാൽ വിശ്വാസം എന്താണ്, അന്ധവിശ്വാസം എന്താണ് എന്നുള്ളതിൽ ഒരു വ്യക്തത എല്ലാവർക്കും ഉണ്ടാവണം. അതില്ല എന്നുള്ളതാണ് ഇന്നത്തെ പ്രശ്നം. ഇപ്പൊ സാധാരണക്കാരനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അന്ധവിശ്വാസമാണ് വിശ്വാസം. യഥാർത്ഥത്തിലുള്ള വിശ്വാസം എന്താണെന്ന് അയാൾക്ക് അറിയുക പോലും ഇല്ല. അത് ഏത് മതവിഭാഗക്കാരായാലും ശരി. അങ്ങനെ പരസ്പരം പോരടിക്കുകയോ വിശ്വാസത്തിൻ്റെ പേരിൽ സംഘർഷങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുമ്പോൾ വിശ്വാസത്തിൻ്റെ സ്പിരിറ്റ് തന്നെ ഇല്ലാതാവുക. നമുക്കൊന്നും ഇനി ഒരിക്കലും ക്ലോസ് ഡോർ ആയിട്ട് കഴിയാൻ വേണ്ടി പറ്റില്ല. എല്ലാവരും അടങ്ങുന്ന ഒരു മൾട്ടി റിലിജിയസ് സൊസൈറ്റി, ആ സൊസൈറ്റി ലോകത്ത് വളർന്നു കഴിഞ്ഞു. എല്ലാ രാജ്യങ്ങളിലും അത് വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഞാൻ ഈ അടുത്ത് പോയിരുന്നു. 40% മതം വ്യക്തമാക്കാത്ത ആളുകളാണ് അവിടെ. മതം വ്യക്തമാക്കാത്ത ആളുകൾ അധിവസിക്കുന്ന രാജ്യത്താണ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ആ രാജ്യങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത്. ഹാപ്പിനെസ് ഇൻഡെക്സ് നോക്കിയാൽ അതിൽ നമ്പർ 1 വരുന്ന രാജ്യത്തെ എടുത്ത് നോക്കിയാൽ അറിയാം, അവിടെ മതം ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവില്ല ആളുകൾ. ഒഫീഷ്യൽ മതം ആ രാജ്യത്തിനുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള സൊസൈറ്റികൾക്ക് ഇനി നിലനിൽപ്പുള്ളൂ. അല്ലാതെ നമ്മളുടെ പോലുള്ള വളരെ സങ്കുചിതമായി ചിന്തിക്കുന്ന സമൂഹങ്ങൾക്ക്, ഭരണകർത്താക്കൾക്ക്, ആ ഭരണകർത്താക്കൾ നേതൃത്വം നൽകുന്ന രാജ്യങ്ങൾക്ക് അഭിവൃദ്ധിപ്പെടാൻ വലിയ പ്രയാസമായിരിക്കും. എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴല്ലേ അവരുടെ കോൺട്രിബ്യൂഷനൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പം അമേരിക്കയിൽ എത്തുന്ന ശാസ്ത്രജ്ഞൻ, അവൻ ഏത് മതക്കാരനായാലും അവർ സ്വീകരിക്കും. അവർക്കതിൽ യാതൊരു
തരത്തിലുള്ള വിവേചനവും ഇല്ല. നിങ്ങളുടെ ബുദ്ധി അവരുടെ രാജ്യത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിയും എന്ന് വരുമ്പോൾ അവർ നിങ്ങളെ അറ്റ് എനി കോസ്റ്റ് ആൻഡ് എക്സ്റ്റെൻറ്റ് സ്വീകരിക്കും. അത് നിങ്ങൾ ഇറാനിയാണോ പാകിസ്ഥാനിയാണോ? എത്രയോ പാകിസ്ഥാനികൾ, ഇറാനികൾ ഒക്കെ തന്നെ അമേരിക്കയിലുണ്ട്. അവരുടെ വലിയ വലിയ ഗവേഷണ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് അവരൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അമേരിക്കയുടെ പുരോഗതി എന്ന് പറയുന്നത് തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകളുടെ ചിന്തയും അവരുടെ തലച്ചോറുമാണ്. അതെ, അമേരിക്കക്കാർ മാത്രമാണ് അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്കിൽ അമേരിക്ക ഇന്ന് എത്തിയ ഒരു സ്ഥാനത്തൊന്നും ഒരിക്കലും എത്തുമായിരുന്നില്ല. അവരിതിനൊക്കെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്വാഗതം ചെയ്യാൻ ഒരു ഓപ്പൺ സൊസൈറ്റിയാണ് അവർ. അങ്ങനെ ഒരു സൊസൈറ്റി ഇന്ത്യയിൽ ഉണ്ടാവണം. അല്ലാതെ എൻ്റെ മതക്കാരനാണ് എന്നുള്ളത് കൊണ്ട് ഈ ക്യാമറ ഉപയോഗിക്കാൻ അറിയാത്ത ഒരുത്തനെ, അല്ലെങ്കിൽ അതിൽ വളരെ ലീസ്റ്റ് പ്രാവീണ്യമുള്ള ഒരുത്തനെ ഞാൻ എൻ്റെ ഇവിടെ ജോലിക്ക് നിയമിച്ചാൽ ആ സ്ഥാപനം അധോഗതിയിലേക്കല്ലേ പോവുക? അത്ര നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഏതൊരു സ്ഥാപനം, ഓരോ മനുഷ്യൻ്റെയും കഴിവിനെ നമ്മൾ അംഗീകരിക്കുക, അവൻ്റെ റിലിജിയനെ ഇഗ്നോർ ചെയ്യുക. അതാണ് വേണ്ടത്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിനെ ലോകത്ത് വളരാൻ വേണ്ടി പറ്റുള്ളൂ. അത് ഏത് മതവിഭാഗക്കാരായാലും ശരി, ഏത് രാജ്യക്കാരായാലും ശരി. റിലീജിയൻ അത് അയാൾക്ക് മാത്രമുള്ളതാണ്. അതൊരു പ്രൈവറ്റ് അഫെയർ ആയിട്ട്, അങ്ങനെ അതൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് വ്യക്തിപരമായിട്ട് ഉള്ള ഒരു വിഷയമായിട്ട് തന്നെ അതിനെ നമ്മൾ പരിമിതപ്പെട്ട് കാണണം. അതെ, പരിമിതപ്പെട്ട് കാണണം അല്ലേ? അതാണ്. അതെ, ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട്, അല്ലെങ്കിൽ ലോകം കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ വളർന്നു വന്ന ആ കാലഘട്ടം മുതൽ പല കാര്യങ്ങളെയും നോക്കി പഠിച്ചിട്ടുണ്ട്. ചരിത്രം ഇക്കനെ എങ്ങനെ രേഖപ്പെടുത്തണം എന്നാണ് ഇക്കയുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം? ഒരാളെയും ചൂഷണം ചെയ്യാതെ, പറ്റിക്കാതെ, വഞ്ചിക്കാതെ, സാമ്പത്തികമായിട്ട് ആരെയും പ്രയാസപ്പെടുത്താതെ, ഒരാളുടേതും അയാൾക്ക് അർഹതപ്പെട്ടത് അയാളിൽ നിന്ന് എടുക്കാതെ ഒരു ജീവിതകാലം കഴിച്ചു കടന്നുപോയി എന്ന് പറയുന്ന ഒരാളായി ചരിത്രം എന്നെ രേഖപ്പെടുത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ രാഷ്ട്രീയക്കാരെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നടക്കുമോ? തീർച്ചയായിട്ടും നടക്കും. കോൺട്രവേഴ്സീസ് ഒക്കെ വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? കോൺട്രവേഴ്സീസ് വരും പോവും. അതൊക്കെ ആ ഒരു നിലക്ക് കാണും. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു കുറ്റബോധം ഉണ്ടാവില്ല. നമുക്ക് കുറ്റബോധം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പം നമ്മൾ ഒരാളെ വഞ്ചിച്ചോ, അല്ലെങ്കിൽ മന്ത്രിയായിരുന്ന സമയത്ത് നമ്മളൊരു കാര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാളെടുത്ത് നിന്ന് എന്തെങ്കിലും വാങ്ങി പറ്റി, അങ്ങനെ ഒരു ആക്ഷേപം MLA എന്നുള്ള നിലക്കോ മന്ത്രി എന്നുള്ള നിലക്കോ ഒരിക്കലും കേൾക്കാൻ ഇടവരില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ ആരുടെയെങ്കിലും ഒരു സ്വത്ത് അന്യായമായിട്ട് നമ്മൾ കവർന്നു, ആരുടെയെങ്കിലും കൂടെ ഒരു പാരസൈറ്റായിട്ട് കൂടി എന്നുള്ള ഒന്നും ആക്ഷേപം ഇതുവരെയും വരുത്തിയിട്ടില്ല. ഇനി മേലിലും അങ്ങനെ ഉണ്ടാവാതെ സൂക്ഷിക്കും. അല്ല, അതാണല്ലോ ഇമ്പോർട്ടൻറ്റ്. തീർച്ചയായിട്ടും 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത്, കാരണം അതിനുശേഷമാണല്ലോ നമ്മൾ രാഷ്ട്രീയത്തിലോട്ട് മെല്ലെ മെല്ലെ വന്നത്. ആ ഒരു സമയത്ത് എന്തായിരുന്നു നമ്മുടെ ഒരു ഡ്രീം ഉണ്ടാവുമല്ലോ, നമ്മൾ എങ്ങനെയാവണം, പഠിക്കാൻ മിടുക്കനാണ്, സ്വാഭാവികമായിട്ടൊരു ഡ്രീം. അതിന് ഞാൻ പറഞ്ഞല്ലോ, ഈ സിനിമ കണ്ടപ്പോഴൊക്കെ എൻ്റെ ഡ്രീം നസീർ വിജയിക്കുന്ന ഓരോ കഥാപാത്രവും ആ കഥാപാത്രത്തെ പോലെ ആവണം. അങ്ങനെ ഇപ്പോൾ ചില കേസുകളിലൊക്കെ വക്കീലന്മാർ വാദിച്ച് കോർട്ടിൽ പാവപ്പെട്ടവർക്ക് നീതി വാങ്ങിക്കൊടുക്കും. അതൊക്കെ കാണുമ്പോൾ എനിക്കൊരു വക്കീലാവണം എന്ന് ഞാൻ മോഹിച്ചിരുന്നു. പക്ഷേ വക്കീലാകാൻ എനിക്ക് കഴിഞ്ഞില്ല. എനിക്കൊരു കോളേജ് അധ്യാപകനാകാനാണ് സാധിച്ചത്. വക്കീലാവണം എന്നുള്ളത് ഞാൻ വക്കീലാകാൻ വേണ്ടിയിട്ട് ചേരുകയൊക്കെ ചെയ്തു. പക്ഷെ കോളേജിലെ ചില അനുഭവങ്ങൾ, റാഗിങ് എന്ന് വേണമെങ്കിൽ പറയാം, അത് ആ കോളേജിനോട് തന്നെ ഒരു മടുപ്പുണ്ടാക്കി എനിക്ക്. അങ്ങനെ ഞാൻ അതെ ഡിഗ്രിക്ക് ഞാൻ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം 3 ഇയർ LLBക്ക് വേണ്ടിയിട്ട് പോയി ചേർന്നു. ഞാൻ അപ്പോൾ 3 ഇയർ LLBക്ക് ചേർന്ന സമയത്ത് ഉടുപ്പിയിലാണ് ഞാൻ ചേർന്നത്, ലോ കോളേജിൽ, ഉടുപ്പി ലോ കോളേജ്.
ഞാൻ മനമില്ല മനസ്സോടെയാണ് അന്ന് പോയത് തന്നെ യഥാർത്ഥത്തിൽ. അപ്പം അവിടെ പോയി ചേർന്ന് ഞാൻ റാഗിങ്ങിന് വിധേയനായി. അപ്പം എനിക്കെന്തോ ആ കോളേജിനോട് തന്നെ ഒരു വെറുപ്പായി. എങ്ങനെയാ റാഗ് ചെയ്തത്? റാഗ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ പിന്നെ റാഗിങ്ങിന്റെ ഒരു ഇതുണ്ടല്ലോ, അല്ലാതെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പാട്ടുപാടുക? അല്ല, പാട്ട് പാടുക, പിന്നെ കുറച്ചൊക്കെ പിന്നെ നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങളും ഉണ്ടാവും, അങ്ങനെയൊക്കെ ചെയ്യിക്കും. എന്നാലും അതൊരു ആ ഒരു സമയത്ത് അതൊന്നും വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നൂല. അപ്പം അങ്ങനെ ആയപ്പോൾ എനിക്ക് ആ സ്ഥാപനത്തോട് തന്നെ ഒരു ഇതായി. അപ്പോൾ ഉടനെ തന്നെ എനിക്ക് MA-ക്ക് ഞാൻ പഠിച്ച കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടിയപ്പോൾ ഞാൻ വേഗം അത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് PG-ക്ക് ഇവിടെ ചേർന്നു. അതായത് എനിക്ക് തോന്നുന്നത് ഇപ്പം 8ാം ക്ലാസ്സിലെ പഠനമാണെങ്കിലും ഇപ്പം ഈ പറഞ്ഞ ലോ കോളേജിലാണെങ്കിലും ഇഷ്ടമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ മൊമെന്റിൽ അത് ക്വിറ്റ് ചെയ്യാനുള്ളൊരു ധൈര്യമുണ്ട്. അതെ, നമുക്കത് കഴിയില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് അവിടെ വെച്ച് അവസാനിപ്പിക്കണം. പിന്നെ അതുമായിട്ട് മുന്നോട്ട് പോകരുത്. അങ്ങനെ മുന്നോട്ട് പോയാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സക്സസ് ആവാൻ വേണ്ടി പറ്റില്ല. അപ്പം ഞാൻ അന്ന് അവിടെ വെച്ച് അത് അവസാനിപ്പിച്ചത് കൊണ്ടാണ് എനിക്ക് അധ്യാപകനാകാൻ വേണ്ടി പറ്റിയത്, ഒരു കോളേജിലെ അധ്യാപകനാകാൻ വേണ്ടി പറ്റിയത്. അപ്പം നമുക്ക് എല്ലാ രംഗങ്ങളിലും എന്തായി നമ്മളുടെ ഒരു സാന്നിധ്യം അറിയിക്കാൻ വേണ്ടി പറ്റി. ഒരു കോളേജിലെ അധ്യാപകനാകാൻ വേണ്ടി പറ്റി. 10-12 വർഷം, അതെ, 10-12 വർഷം ഒരു ലെക്ചറായാൽ എന്താണ് നമ്മളുടെ ജീവിതാനുഭവം എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. ഒരുപാട് സ്റ്റുഡൻസും ഒക്കെ നമുക്കുണ്ടായി. അത് കഴിഞ്ഞ് 39ാമത്തെ വയസ്സിൽ നമ്മൾ MLA ആകുന്നു, 49ാമത്തെ വയസ്സിൽ മന്ത്രിയാകുന്നു. ഏത് ലൈഫാണ് ഏറ്റവും എൻജോയ് ചെയ്തത്? അധ്യാപകനുണ്ട്, MLA ഉണ്ട്, മന്ത്രി ഉണ്ട്. അധ്യാപകന്റെ ലൈഫാണ് ഞാൻ എൻജോയ് ചെയ്തത്. മറ്റതൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എൻജോയ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, എൻജോയ് ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾക്ക് നമുക്ക് ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക്. ഇപ്പോൾ അന്ന് ഞാൻ മന്ത്രിയായിരുന്ന അന്നൊരു വലിയ പ്രശ്നമായിരുന്നു. TKM എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ഒരു കുട്ടിക്ക് മാർക്ക് ദാനം ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വലിയ പ്രശ്നം വന്നില്ല. അപ്പോൾ യൂണിവേഴ്സിറ്റികളിൽ നമ്മളന്ന് പിന്നെ യൂണിവേഴ്സിറ്റികളുടെ എക്സാം, അതിൻ്റെ നടത്തിപ്പ്, അപ്പോൾ അവയൊക്കെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾക്കൊരു അദാലത്ത് വെച്ചതാണ്. അങ്ങനെയാണ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അദാലത്ത് ഇവിടെ വെച്ച് നടന്നത്. അപ്പോൾ ആ സമയത്താണ് ഒരു കുട്ടി, TKM എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി എൻ്റെ അടുത്ത് വന്നിട്ട് പറയണത്, എനിക്ക് ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിലും മോർ ദാൻ 90% മാർക്കുണ്ട്, പക്ഷെ ഒരു സബ്ജക്റ്റിൽ മാത്രം ഞാൻ തോറ്റിരിക്കുകയാണ്. അത് ഞാൻ എഴുതിയതിൻ്റെ കുഴപ്പം കൊണ്ടല്ല, വാല്യുവേഷനിൽ വന്ന കുഴപ്പമാണ്. അപ്പം നിലവിൽ യൂണിവേഴ്സിറ്റി നിയമം അനുസരിച്ച് 2 വാല്യുവേഷനേ പാടുള്ളൂ. അപ്പോൾ ആദ്യത്തെ വാല്യുവേഷൻ നടത്തിയ ആളുകൾ ഇട്ട അതേ മാർക്ക് തന്നെയാണ് രണ്ടാമത്തെ വാല്യുവേഷൻ നടത്തിയ ആൾക്കാർ ഇട്ടിട്ടുള്ളത്. അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അധ്യാപകർക്ക് പിന്നെ ഇനിയൊരു പ്രശ്നം ഉണ്ടാവണ്ട എന്നുള്ള നിലക്കാണ് അവരങ്ങനെ ചെയ്തത്. അപ്പം ഈ കുട്ടിയുടെ അടുത്ത് ആൻസർ ഷീറ്റ് കിട്ടും, ഈ അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കിട്ടുമല്ലോ. അപ്പോൾ അതുമായിട്ടാണ് ആ കുട്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടീനോട് പറഞ്ഞു, ഇങ്ങനെ ഇത് നോക്കിയാൽ തന്നെ അറിയാം സാർ. അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു, 2 എണ്ണല്ലേ പിന്നെ നിയമം അനുവദിക്കുന്നുള്ളൂ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ കുട്ടിയാണെന്നുണ്ടെങ്കിൽ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട്, അവനക്ക് ഉറപ്പായിട്ടും അവൻ ജയിക്കും, മോർ ദാൻ 90% എല്ലാ സബ്ജക്റ്റിലും ഉണ്ട്. അവനക്ക് അവൻ്റെ CGPA എന്ന് പറഞ്ഞത് ശരിക്ക് മോർ ദാൻ 90% ആണ്, 9 പോയിന്റ് ആണ്. ഇതുകൊണ്ട് മാത്രമാണ്, എന്നാലും 9 പോയിന്റ് ഉണ്ട് അവനക്ക്. ഇത് കൂട്ടാതെ തന്നെ 9 പോയിന്റ് ഉണ്ട്. അപ്പോൾ ഞാൻ വൈസ് ചാൻസലറെയും ഈ സബ്ജക്റ്റ് എക്സ്പേർട്ടിനെയും വേറൊരു അധ്യാപകനെയും കൂട്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഈ 3 ആളുകൾ ഈ പേപ്പർ നോക്കാമെന്ന് തീരുമാനിച്ചു. അത് നോക്കിക്കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് പാസ് മാർക്ക് ഉണ്ട്, അവൻ പറഞ്ഞ പോലെ തന്നെ. അങ്ങനെ പാസ് മാർക്ക് കൊടുത്ത് വിജയിപ്പിച്ചു. അതാണ് വലിയ ബഹളമായിട്ട് പിന്നീട് ഇതൊക്കെ. പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല, കാരണം ഞാൻ ചെയ്തത് ശരിയായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. യൂണിവേഴ്സിറ്റിയുടെ നിയമം എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് വിഘാതമായിട്ട് വരുമ്പോൾ അത് നമ്മൾ മാറ്റണം, അല്ലെങ്കിൽ അതിനെ മറികടക്കണം. അതാണ് ഒരു മന്ത്രിയുടെ ജോലി എന്ന് ഞാൻ ഇന്നും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഗവർണർക്ക് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു. ഗവർണർ ഈ 2 ആളുകളെയും കേട്ടു. അവസാനം ഇവരോട് ചോദിച്ചു, ഈ കുട്ടിയുടെ മാർക്ക് കുറക്കണോ, എന്താണ് വേണ്ടത്, അത് റദ്ദ് ചെയ്യണമെന്ന് ഈ ആളുകളോട് ചോദിച്ചപ്പോഴാണ്
ഈ കുട്ടി ഏതാന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുന്നത് ഒരു വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നുള്ളൊരു കുട്ടിയാണ്. അവനക്ക് മെറിറ്റിലാണ് TKM എഞ്ചിനീയറിംഗ് കോളേജിൽ എൻട്രൻസ് പരീക്ഷയിൽ നല്ല റാങ്ക് വന്നിട്ട് പിന്നെ കിട്ടിയതാണ്. അപ്പം അങ്ങനെയുള്ളൊരു കുട്ടിയുടെ അപ്പോൾ അവർ പറഞ്ഞു വേണ്ട അങ്ങനെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ പിന്നെ ഇതിൽ നിന്ന് പിന്തിരിയാണ് ചെയ്തത്. പക്ഷെ അതൊന്നും മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇപ്പം എന്നിട്ട് PSC എഴുതിയിട്ട് അവന് 3 പിന്നെ PSC പരീക്ഷയിൽ 1ാം റാങ്കായി. അവനെ വിളിച്ചിരുന്നു. ഇപ്പോൾ സർക്കാർ സർവീസിൽ അവന് എൻജിനീയറായിട്ട് കയറി. അന്ന് എന്നെ വിളിച്ചു. അപ്പോൾ അവന് ആദ്യത്തേതിൽ കയറി. പിന്നെയാണ് അതിനേക്കാൾ ഹയർ പോസ്റ്റിലുള്ള പിന്നെ അപ്പോയിൻമെൻറ്റ് വന്നത്. അപ്പോൾ അവൻ അതിന് പോയി. ഇപ്പോൾ അതിൻ്റെ കൂടെ അവൻ സിവിൽ സർവീസിന് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ഞാൻ മന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ ഒരു ഉത്തരവാദിത്തം, കുറച്ച് റിസ്ക്കിയാണ് ഇതൊക്കെ ചെയ്യാൻ. നമുക്ക് ആളുകളെ ചിലപ്പോൾ സഹായിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് റിസ്ക് എടുക്കേണ്ടി വരും. വേറെ ആരും സാധാരണ ആളുകൾ അങ്ങനെ ചെയ്യൂല. പലരും എന്നോട് ചോദിച്ചിരുന്നു എന്തിനാ വെറുതെ ഈ അത് ചെയ്തത്, ഒരാളുടെ പ്രശ്നമല്ലേ ഈ അവനൊക്കെ നമ്മൾ അത് കാണാതെ ഒരു കാണാതെ നമ്മളാണ്ട് പോവുക. അങ്ങനെ പലതും കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. പക്ഷെ നമുക്ക് അങ്ങനെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ നമ്മൾ ആ കുറ്റബോധം എനിക്ക് എന്നും ഉണ്ടാവുമായിരുന്നു. ആ കുട്ടി എന്തെങ്കിലും ചെയ്താൽ ഞാനല്ലേ അതിൻ്റെ ഉത്തരവാദി. കാരണം നമ്മളുടെ അടുത്ത് വന്നിട്ട് ഒരു ഫലം ഉണ്ടായില്ല എന്ന് വരുമ്പോൾ ആ കുട്ടി മറ്റെന്തെങ്കിലും ഒരു വേണ്ടാത്തത് ചെയ്താൽ, അരുതാത്തത് ചെയ്താൽ പിന്നെ ആരായിരിക്കും അതിന് ഉത്തരം പറയേണ്ടി വരിക? നമ്മളല്ലേ ഉത്തരം പറയേണ്ടി വരിക. അപ്പോൾ ആ കുട്ടിയുടെ ഫാദർ, ആ കുട്ടിയുടെ മദർ ഒരു ക്ഷേത്രത്തിലെ അടിച്ചുതലിക്കാരിയായിട്ട് ജോലി ചെയ്യുന്നൊരു ദേവസ്വം ബോർഡിലെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരൻ്റെ മകനെ. ഈ കുട്ടി ഏതാണെന്നൊന്നും എനിക്കറിയില്ല. ഇവൻ ഇങ്ങനെ വന്നിരുന്ന് ഓൻ പറഞ്ഞത് ജെന്യൂനാണെന്ന് എനിക്ക് തോന്നി. കാരണം ബാക്കി എല്ലാ സബ്ജക്റ്റിലും മോർ ദാൻ 90% മാർക്കുണ്ട്. ഈ ഒരു പേപ്പറിൽ മാത്രമാണ് അവനക്ക് മാർക്ക് കുറഞ്ഞു പോയത്. അപ്പോൾ അത് വാല്യുവേഷൻ്റെ കുഴപ്പമാണ് എന്നുള്ളത് എനിക്ക് ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് മനസ്സിലായി. എന്തുകൊണ്ടാണ് 2ാം വാല്യുവേഷനിൽ അങ്ങനെ വന്നത് എന്നുള്ളതും മനസ്സിലായി. കാരണം ഞാൻ വാല്യുവേഷന് പോയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ഏതെങ്കിലും സുഹൃത്തുക്കളാണ് ആദ്യത്തെ പേപ്പർ നോക്കിയിട്ടുള്ളത് എങ്കിൽ അവരോട് പറയും ഈ നോക്കിയ പേപ്പറാണ് പിന്നെ റീവാലുവേഷന് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ആ അധ്യാപകരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ അധ്യാപകരെന്ത് ചെയ്യും, പൊതുവെ സെയിം മാർക്ക് തന്നെ കൊടുക്കും. ഇനി വേറൊരു അധ്യാപകന് നമ്മളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ട് വരേണ്ട, ഒരു പോലീസുകാരനോട് തോന്നുന്ന ഒരു വർഗബോധം, ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനോട് തോന്നുന്ന ഒരു വർഗബോധം എന്നതുപോലെ ഉള്ള ഒരു വർഗബോധം അധ്യാപകരോട് തോന്നും. അതിൻ്റെ ഫലമായിട്ടാണ് ഈ കുട്ടി വിക്ടിമൈസ് ചെയ്യപ്പെടുന്നത്. അതിൽ ഞാൻ നല്ല റിസ്ക് എടുത്തിട്ടുണ്ട്. അതൊരു പിന്നെ വളരെ ഇതായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. എന്നോട് പിന്നെ പലരും ചോദിച്ചു എന്തിനാ വെറുതെ. അത് നമ്മൾ പോയിട്ട് റെക്കമെൻഡേഷനിൽ മാർക്ക് മേടിച്ച് കൊടുത്തു എന്നുള്ള രീതിയിലായി. അതെ, കാരണം 2 വാല്യുവേഷനെ പാടൂ. നമ്മൾ 3ാമത്തെ വാല്യുവേഷൻ സിസ്റ്റം എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ സിസ്റ്റം. നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് അതിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ പ്രശ്നമാണ്. നമ്മളന്ന് അത് ചെയ്തില്ലെങ്കിൽ നല്ല കാലിബറുള്ളൊരു കുട്ടിനെ നമുക്ക് നഷ്ടപ്പെടില്ലേ? അവൻ അന്ന് അതിൽ തോറ്റ്, അവൻ പിന്നെ പരീക്ഷ എഴുതൂല, അവൻ്റെ ജീവിതം തന്നെ പിന്നെ അവതാളത്തിലായി പോകും. സിസ്റ്റത്തിനോടുള്ള വിശ്വാസം നഷ്ടമാകും. എന്തിനു പഠിക്കുന്നു? ഞാൻ ഇത്ര നന്നായിട്ട് എഴുതിയിട്ട് എനിക്ക് മാർക്ക് കിട്ടിയില്ലല്ലോ, ഇതേതല്ലാത്ത കുറ്റത്തിനാണല്ലോ ഞാൻ ശിക്ഷിക്കപ്പെടുന്നത് എന്ന് ആ കുട്ടി വിചാരിച്ചാൽ ആ ഒരു ശാപം മതിയാവും നമ്മളുടെ ജീവിതം മുഴുവൻ നമുക്ക് ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാവാൻ. ഞാൻ ഇന്നും വിശ്വസിക്കണം അതൊക്കെ ചെയ്തതുകൊണ്ടാവണം നമ്മളുടെ മക്കളൊക്കെ വലിയ പിന്നെ നന്നായി പഠിച്ച് നല്ല ഉയർന്ന നിലയിലായിപ്പോയി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ നമ്മളുടെ മുന്നിൽ വരുന്ന മനുഷ്യരുടെ കാര്യങ്ങൾ, ആ ആളുകളുടെ കാര്യങ്ങളിൽ ഉദാരത നമ്മൾ കാണിച്ചപ്പോൾ ദൈവം നമ്മളുടെ മക്കളോടും ഉദാരത കാണിച്ചിരിക്കണം. ഞാൻ ആ വിശ്വാസക്കാരനാണ്. അതുകൊണ്ടാണ് അങ്ങനെ എല്ലാം സാധിച്ചത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു പെൺകുട്ടിയെ ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് ഒരു പ്രശ്നമായി വന്നതായിരുന്നു. ആ കുട്ടിയെ ചേർത്തലയിലെ ഒരു കോളേജിൽ നിന്ന് ഗവൺമെൻറ് കോളേജിലേക്ക്, വിമൻസ് കോളേജിലേക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ അത് പാടില്ല സത്യത്തിൽ. കാരണം അവിടെ എയ്ഡഡ് കോളേജാണ്, ഇത് ഗവൺമെൻറ് കോളേജാണ്. ട്രാൻസ്ഫർ പാടില്ല. പക്ഷെ ഇവിടെ ഒഴിവുണ്ട്. ആ കുട്ടി പഠിക്കുന്ന സബ്ജക്റ്റിന് ഇവിടെ ഒഴിവ് ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. ഈ അച്ഛനും അമ്മയും ഇല്ലാത്തൊരു പെൺകുട്ടിയാണ്.
അപ്പം ആ കുട്ടി ഇവിടെ നിന്ന് ചേർത്തല പോകണം. അവിടെ ഹോസ്റ്റലിൽ നിന്നു. ഹോസ്റ്റലിൽ പൈസ കൊടുക്കാനില്ലാഞ്ഞിട്ട് ഒരാഴ്ച നിന്നിട്ട് പിന്നെ ആ കുട്ടിക്ക് ഹോസ്റ്റലിൽ തുടരാൻ വേണ്ടി പറ്റിയില്ല. അപ്പം അങ്ങനെയുള്ള ഒരു കുട്ടിയുടെ കാര്യത്തിലാണ് യൂണിവേഴ്സിറ്റിയോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ കുട്ടിക്ക് ട്രാൻസ്ഫർ കൊടുക്കണം. അത് നിയമവിരുദ്ധം ആകാൻ സാധ്യതയുണ്ട്, പക്ഷെ എന്നാൽ പോലും എങ്ങനെയെങ്കിലും അത് ചെയ്യൂ എന്ന് പറഞ്ഞ് അങ്ങനെ ട്രാൻസ്ഫർ കൊടുത്ത് അതാണ് പിന്നെ വലിയ വിഷയമൊക്കെ ആയി, പിന്നെ വലിയ പ്രശ്നമൊക്കെ ആയി വന്നു. അതെ അത് എന്താന്ന് വെച്ചാൽ നമ്മളുടെ അടുത്ത് നീതി തേടിയിട്ടൊരു കുട്ടി വരുമ്പോൾ, പ്രത്യേകിച്ച് ആരും ഇല്ലാത്ത കുട്ടികളാണ് നമ്മളുടെ അടുത്തൊക്കെ വരിക. ലാസ്റ്റ് റിസോർട്ട് എന്നുള്ള നിലക്കാണ് നമ്മളെ വന്ന് കാണുക. അപ്പോൾ ആ സമയത്ത് നമ്മളും കൈയൊഴിഞ്ഞാൽ ആ കുട്ടികൾ പിന്നെ എവിടെ പോകും? ആരവരുടെ കാര്യങ്ങൾ നോക്കും? പൈസക്കാരാണെന്നുണ്ടെങ്കിൽ, സമ്പന്നരാണെന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റു സ്റ്റേറ്റുകളിലേക്ക് പോകാം, വലിയ സ്ഥാപനങ്ങളിലേക്ക് പോകാം, വിദേശത്തേക്ക് പോകാം. പക്ഷെ ഇങ്ങനെയുള്ള കുട്ടികൾ ആരവരുടെ കാര്യങ്ങൾ നോക്കും? അപ്പോൾ അതൊക്കെ നമ്മളൊരു ഭരണകർത്താവ് എന്നുള്ള നിലയ്ക്ക് ഞാൻ എപ്പോഴും എൻ്റെ മുന്നിൽ വരുന്ന കാര്യങ്ങളിൽ ഈ കക്ഷികൾക്ക് അനുകൂലമായിട്ട് തീരുമാനം എങ്ങനെ എടുക്കാൻ പറ്റും എന്നാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. എങ്ങനെ ആളുകളെ ഇത് നടത്തിക്കൊടുക്കാതെ മടക്കി പറഞ്ഞേക്കാൻ പറ്റും എന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. MLA എന്നുള്ള നിലയിലും മന്ത്രി എന്നുള്ള നിലയിലും അതിനു മുമ്പുള്ള രാഷ്ട്രീയ പ്രവർത്തന, പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഘട്ടത്തിലും അങ്ങനെ ഞാൻ ആലോചിച്ചിട്ടില്ല. അല്ല, ഈ ഒരു കാലഘട്ടത്തിലാണെങ്കിലും രസകരമായിട്ടുള്ള കുറെ ആളുകളൊക്കെ വന്നിട്ടുണ്ടാവില്ലേ? കാരണം നമ്മൾ മന്ത്രിയായാണെങ്കിലും അല്ലെങ്കിൽ MLA ആവുമ്പോഴൊക്കെ രസകരമായിട്ടുള്ള അനുഭവങ്ങൾ. അങ്ങനെ ഒരു കാര്യങ്ങൾക്കാണല്ലോ പിന്നെ ഓരോ സംഭവം വരിക, ഓരോ വിഷയങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, എല്ലാവരും ആവശ്യങ്ങളുമായിട്ടാണ് എല്ലാവരും പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾ. അല്ലാതെ ഒരാളും പിന്നെ വെറുതെ ഒരു മന്ത്രിയെ വന്ന് കാണുകയോ അല്ലെങ്കിൽ അയാളോട് പിന്നെ അയാളുടെ ദുഃഖങ്ങൾ പറയുകയോ ഒന്നും ചെയ്യൂലല്ലോ. എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി വരും. ആ ആവശ്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ, നമുക്ക് കഴിയുന്നതാണെങ്കിൽ നമ്മൾ നിവർത്തിച്ചു കൊടുക്കും. പരമാവധി അത് നിവർത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പം തന്നെ ഇപ്പോൾ ചില ആളുകൾ പറയും നാളാവാ, മറ്റന്നാവാ, അല്ലെങ്കിൽ പിന്നെ വരി. അങ്ങനെ ചെയ്യുന്നതിന് പകരം അവിടെ ഇരുത്തി അവരുടെ കാര്യം അന്നോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ നടത്തി കൊടുക്കാൻ കഴിയുമെങ്കിൽ അവരെ 2 ദിവസം നിർത്തി അത് നടത്തി കൊടുത്ത് ഓർഡറുമായിട്ട് ആളുകൾ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെയാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്. എന്നാൽ പോലും എത്ര കണ്ടത് ഫലവത്തായിട്ടുണ്ട് എന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റൂല. അത് കിട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും, ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും. ഒരു വ്യക്തി എന്നുള്ളതല്ലല്ലോ, ഒരുപാട് ആളുകളിലൂടെ കടന്നു വരണം റിസൾട്ടിലൂടെ എത്തണമെങ്കിൽ. തീർച്ചയായും. ഈ മലപ്പുറത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ജനിച്ചു വളർന്ന് നമ്മളുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ എല്ലാ സക്സസ് പോയിന്റ്സും മലപ്പുറം തന്നെയായിരുന്നു. അതെ അതെ അതെ. മലപ്പുറത്തെ കുറിച്ചിട്ട് ഇപ്പോ പിന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കും അറിയാമല്ലോ. മലപ്പുറം ശരിക്ക് നമ്മളുടെ രാജ്യത്ത് തന്നെ വളരെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ആളുകൾ വളരെ സൗഹാർദ്ദത്തിൽ, സ്നേഹത്തിൽ ജീവിക്കുന്നു. പരസ്പരം സഹായിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ള ആളുകളാണ്. മറ്റുള്ള സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ്, അല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മളൊക്കെ വളർന്നിട്ടുള്ളതും ജീവിച്ചിട്ടുള്ളതും പ്രവർത്തിച്ചിട്ടുള്ളതും ഒക്കെ തന്നെ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു മതാന്ധത നമ്മളെയൊക്കെ സ്വാധീനിച്ച് ആ ഒരു അറ്റ്മോസ്ഫിയറിലല്ല. എല്ലാവരും ഉള്ളൊരു പിന്നെ സൊസൈറ്റിയിൽ അങ്ങനെ വളർന്ന്, ഇപ്പം നമ്മളൊക്കെ, ഞാൻ ജനിച്ച കുടുംബം എന്നൊക്കെ പറഞ്ഞത് ശരിക്കും റിലീജിയസ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു ഓർത്തഡോക്സ് ഫാമിലി. പക്ഷെ നമ്മളുടെ കുടുംബങ്ങളിൽ പോലും അങ്ങനെ ഓർത്തഡോക്സ് ആയി എന്ന് കരുതിയിട്ട് ആരും മോശക്കാരാവില്ല. എല്ലാവരും ഏകദേശം ഓർത്തഡോക്സ് തന്നെ ഇരുന്നു അന്നൊക്കെ. പക്ഷെ അന്ന് ഈ വൈരമോ അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ ഓരോ ജോലിക്ക് വരുന്ന ആളുകൾ അല്ലെങ്കിൽ ഇടപഴകുന്ന ആളുകൾ അവരെല്ലാം പിന്നെ അതർ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകളായിരുന്നു. അവരുമായിട്ട് നമുക്ക് വളരെ അടുപ്പമായിരുന്നു, സ്നേഹമായിരുന്നു. അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് വളർന്ന് വന്നു എന്നുള്ളത് കൊണ്ടാവണം നമുക്കത് നിലനിർത്താൻ വേണ്ടി പറ്റുന്നുണ്ട്, അത് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, എല്ലാവരും സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാവരും ഉള്ളൊരു സൊസൈറ്റിയാണ്. അതൊരു രസകരമായിട്ടുള്ളൊരു സൊസൈറ്റി അല്ല, എല്ലാവരും ഉള്ളൊരു സൊസൈറ്റിയാണ്. അവിടെ ജീവിക്കുമ്പോഴാണ് നമുക്ക് ഒരു എന്താ പറയുക, ഈ പ്ലൂരാലിറ്റിയുടെ പിന്നെ സൗന്ദര്യം മനസ്സിലാവുക. മറ്റതെന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരേ നിറത്തിലുള്ള പൂക്കളുള്ള ഒരു ഗാർഡനിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്നൊരു വികാരവും
വിവിധ നിറങ്ങളിലുള്ള പൂക്കളുള്ള ഒരു ഗാർഡനിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന വികാരവും രണ്ടാണല്ലോ. അതെ, അത് കറക്റ്റാ. വിവിധ സുഗന്ധങ്ങൾ അല്ലെങ്കിൽ വിവിധ ഗന്ധങ്ങളുള്ള ഒരു പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൂന്തോട്ടത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്, ഒരേ ഗന്ധമുള്ള ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നതും തമ്മിൽ ഇറ്റ്സ് എൻ്റർലി ഡിഫറൻസ് ഉണ്ട്. അതെ, അതിന്റെ ആ ഡിഫറൻസ് ശരിക്ക് മലപ്പുറത്ത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഭക്ഷണത്തോടൊക്കെ എങ്ങനെ മലപ്പുറം എന്ന് പറയുമ്പോൾ ഭക്ഷണം ഭയങ്കര ഭക്ഷണപ്രിയനാണ് ഞാൻ. ഏത് ഭക്ഷണം ഏറ്റവും കൂടുതൽ ഇഷ്ടം? എനിക്ക് നോൺ വെജ് ആണ് ഇഷ്ടം. എൻ്റെ ഫാദർ പ്യുവർ വെജിറ്റേറിയനാണ്. അത് 16-ാമത്തെ വയസ്സ് മുതൽ വാപ്പ വെജിറ്റേറിയൻ. അതെന്തുകൊണ്ടാ? എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് ഫാദറിന്റെ ജീവിതത്തിൽ എന്നാണ് പറയുന്നത്. ഒരിക്കൽ മത്സ്യം വാങ്ങാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ പോയ സമയത്ത് പുഴുക്കളെ കണ്ടു മത്സ്യത്തിൽ എന്നാണ് പറയുന്നത്. അപ്പം അതിനുശേഷം വാപ്പ എന്ത് ചെയ്യും? മത്സ്യം, മാംസം ഒന്നും കഴിക്കാറില്ല. പ്യുവർ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ പ്യുവർ വെജിറ്റേറിയൻ. പാല് കഴിക്കും. പാല് പ്യുവർ വെജിറ്റേറിയൻസ് കഴിക്കാമല്ലോ അല്ലേ? എഗ്ഗ് കഴിക്കൂ. എഗ്ഗ് ചില ആളുകൾ വെജിറ്റേറിയൻ ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. എഗ്ഗ് കഴിക്കും. എഗ്ഗിറ്റേറിയൻസ് എന്നാണല്ലോ പറയുന്നത്. അതെ അതെ. പിന്നെ നോൺ വെജ് ആണ് എനിക്കിഷ്ടം. അപ്പൊ 90 വയസ്സായി, 90 വയസ്സ് കഴിഞ്ഞു. ഇപ്പോഴും നടന്ന് അങ്ങാടി പോവും, ചായ കുടിച്ചു വരും. ഒരു പ്രശ്നവുമില്ല, ആരോഗ്യ പ്രശ്നങ്ങളൊന്നും. നോൺ വെജ് നമ്മൾ കഴിക്കുന്നത് കൊണ്ടും പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ പാലോളി മുഹമ്മദ് കുട്ടി, അദ്ദേഹം വെജിറ്റേറിയൻ അല്ല, നോൺ വെജ് ആണ്. മൂപ്പർക്ക് ഇപ്പൊ 96 വയസ്സായി. കഴിഞ്ഞ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹം പ്രചരണത്തിന് പോയിരുന്നല്ലോ, പ്രസംഗിച്ചിരുന്നല്ലോ. 96 വയസ്സായി പാലോളി മുഹമ്മദ് കുട്ടിക്ക്. ഇപ്പോഴും നമ്മൾ സ്റ്റെപ്പൊന്നും കയറുമ്പോൾ, സ്റ്റേജിലേക്കൊന്നും കയറുമ്പോൾ ആരും കൈയൊന്നും പിടിക്കേണ്ട കാര്യമില്ല. മൂപ്പര് സ്വന്തം മൂപ്പര് ഈ അടുത്ത് കുറച്ചു മുമ്പ് ബിരിയാണി എന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കല്യാണത്തിന് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. മൂപ്പര് അതെല്ലാം തിന്നിട്ടും മൂപ്പർക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പൊ അതൊക്കെ വെറുതെ പറയാം. അളവിനുള്ളത് കഴിക്കണം, അത്രേ ഉള്ളൂ. കുറച്ച് കഴിച്ചാൽ മതി. ഞാൻ എപ്പോഴും നമ്മൾ ആലോചിക്കും അങ്ങനെ അളവിനുള്ളത് കഴിക്കാൻ പാടൂ എന്ന്. പക്ഷെ അതൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ചിന്തിക്കുന്നത്, അതാ പ്രശ്നം. മലപ്പുറത്തുകാർ പൊതുവെ ഭക്ഷണപ്രിയന്മാരാണല്ലോ. അതെ, നല്ല ഭക്ഷണം, നല്ല നെയ്ച്ചോറും പോത്തിറച്ചിയും, കോഴി ബിരിയാണി, ഇതൊക്കെ നമ്മളുടെ ഒരു വീക്ക്നെസ് ആണല്ലോ. അതായത് എന്ത് ശാപം വേണമെങ്കിലും എടുക്കാം, പക്ഷെ വിശപ്പിന്റെ ശാപം. അതെ അതെ അതെ. ഭക്ഷണം നമുക്ക് എപ്പോഴും വളരെ ഇമ്പോർട്ടന്റ്. അതെ, ഭക്ഷണം ഇത് നല്ലൊരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണല്ലോ ഭക്ഷണം. അല്ല, ഒരാളെ ഏറ്റവും കൂടുതൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും കേട്ടോ, ഓരോന്നിനോടായിരിക്കും ഒരു പ്രിയം. പക്ഷെ ഞാൻ ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്യണ ഒന്നാണ് ഭക്ഷണം. കുക്ക് ചെയ്യോ? ഞാൻ കുക്ക് ചെയ്യലില്ല. കഴിക്കാൻ പറ്റുന്നുണ്ട്. വീട്ടില് മറ്റേ വൈഫിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞില്ല, മക്കളെ കുറിച്ചിട്ട്. വൈഫ് വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പലാണ്. അവള് ഫിസിക്സ് MSc കഴിഞ്ഞു. ഹൈസ്കൂളിൽ ആദ്യം ചേർന്നു, പിന്നെ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ടു. കഴിഞ്ഞ 10 വർഷമായിട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലാണ്. അടുത്ത വർഷം റിട്ടയർ ചെയ്യും. മക്കള് 3 പേരാണ്. മൂത്ത മോള് അസ്മ ബീവി, അവള് NITയിൽ നിന്ന്, കോഴിക്കോട് NITയിൽ നിന്ന് ECയിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. പിന്നെ GA ടെക്കിൽ നിന്ന്, ജോർജിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അറ്റ്ലാന്റയിൽ, അവിടെ MS അഡ്മിഷൻ കിട്ടി. അവിടുന്ന് MS കഴിഞ്ഞു. ഇപ്പോൾ കാലിഫോർണിയയിൽ NVIDIA എന്ന് പറഞ്ഞ കമ്പനിയിൽ, ഈ AI ചിപ്പൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണല്ലോ NVIDIA, അവിടെ ഡീപ്പ് ലേണിംഗ് എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്യുന്നു. മകളുടെ ഹസ്ബൻഡ്, അവനും NITയിൽ നിന്ന്, കോഴിക്കോട് NITയിൽ നിന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. ന്യൂയോർക്ക് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MS കഴിഞ്ഞു. അവൻ ആപ്പിളിൽ സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യും. അവർക്ക് 2 മക്കള്, അസ്ലാനും ഇദ്രീസും. അപ്പൊ അസ്ലാനും ഇദ്രീസും അവിടെ മൂത്താള് പഠിക്കുന്നു, രണ്ടാമത്തെ ചെറിയ കുട്ടിയാണ്. ആ കുട്ടിയാണ് നമ്മള് വീഡിയോ വൈറലായത്. അതെ അതെ അതെ. രണ്ടാമത്തെ മകൻ മുഹമ്മദ് ഫാറൂഖ്, അവന് DU ഡിഗ്രി ഒക്കെ കഴിഞ്ഞു, പിന്നെ LLB കഴിഞ്ഞു. ഇപ്പോ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. എവിടെയാ? തിരൂര്. മൂന്നാമത്തെ മോള് സുമയ്യ ബീഗം, അവള്
MBBS കഴിഞ്ഞു. ഇപ്പോൾ MD ജനറൽ മെഡിസിൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു. ഫസ്റ്റ് പ്രിഫറൻസ് എഡ്യൂക്കേഷൻ തന്നെ. എഡ്യൂക്കേഷൻ തന്നെ. അതൊക്കെ ഓരോന്നെയാണ് അതൊക്കെ ഇത് ചെയ്യുന്നത്. ഭാര്യയാണ് ഇവരുടെ ഒക്കെ വിദ്യാഭ്യാസം കാര്യങ്ങൾ എല്ലാം ഭാര്യ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് അതൊന്നും ശ്രദ്ധിക്കാൻ ഒരു സമയവും കിട്ടിയിട്ടില്ല. അതാണല്ലോ ഞാൻ പറഞ്ഞത്, മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് സമയം ചെലവഴിച്ചാൽ നമ്മളുടെ കുട്ടികളുടെ കാര്യങ്ങൾ അങ്ങനെ നടന്നോളും. അങ്ങനെയാണെങ്കിൽ ഭാര്യയ്ക്കൊരു ഡയമണ്ട് നെക്ലേസ് കൊടുക്കണം. തീർച്ചയായിട്ടും ഭാര്യയാണ് മക്കളുടെ പഠനം, അവരുടെ കാര്യങ്ങൾ അതെല്ലാം ഒറ്റക്ക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അവൾ തന്നെയാണ് അതെല്ലാം ചെയ്തിട്ടുള്ളത്. ആ നിലക്കുള്ള ഒരു അവാർഡ് ഏർപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ അവൾക്ക് തന്നെയാണ് കൊടുക്കുക. പൊതുപ്രവർത്തകരുടെ ഭാര്യമാർ ഭയങ്കര റിസ്ക് എടുക്കുന്ന ഭാര്യമാർ, ഭയങ്കരമായിട്ട് അവർ സഫർ ചെയ്യുന്നുണ്ട്. നല്ല ഭാര്യയുള്ള ഒരു പൊതുപ്രവർത്തകനെ നന്നായിട്ട് പൊതുപ്രവർത്തനം നടത്താൻ പറ്റുള്ളൂ മനസ്സമാധാനത്തോടെ. അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യം എന്താവും എന്നുള്ളത് ഒരു ബേജാറായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. നമ്മൾ സക്സസ് ആയാൽ മാത്രം പോരാ. ഇപ്പം ഞാൻ പിന്നെ കോളേജ് അധ്യാപകനായി, MLA ആയി, മന്ത്രിയായി. നമ്മൾ മാത്രം സക്സസ് ആയാൽ പോരല്ലോ, നമ്മളുടെ മക്കളും സക്സസ് ആവണം. നമ്മളുടെ മക്കൾ സക്സസ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ അനധികൃതമായിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ട് അവരെ സക്സസ് ആക്കണം എന്നല്ല പറയുന്നത്. അവരവരുടേതായിട്ടുള്ള വഴിയിലൂടെ സഞ്ചരിച്ച് പിന്നെ സക്സസ് ആവണം. ഇപ്പോൾ ഒരു കുട്ടിയെയും ഞാൻ ഫീസ് കൊടുത്തിട്ട് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, അങ്ങനെ പഠിപ്പിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. അതൊരു വലിയ കാര്യമാണ്. പൊതുവിദ്യാലയങ്ങളിൽ അവരൊക്കെ പഠിച്ചു. അവരൊക്കെ പിന്നെ ആ നിലക്ക് തന്നെ എൻട്രൻസ് എക്സാമുകൾ എഴുതി അതിലെ റാങ്ക് അനുസരിച്ച് പഠിച്ചു പോയി. അങ്ങനെയാണ് അവർ പിന്നെ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആവുക എന്നുള്ളതും അവർ വേറൊരു ട്രാക്കിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതും ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. കാരണം നമ്മളെല്ലാവരും ഉറ്റുനോക്കുകയാണ്, നമ്മുടെ മക്കൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, വല്ല കുഴപ്പക്കാരനാവുന്നുണ്ടോ. കാരണം നമുക്ക് ശ്രദ്ധിക്കാനൊന്നും പറ്റണില്ലല്ലോ കുട്ടികളെ. അപ്പോൾ അവരൊന്നും വേറെ ഒരു ട്രാക്കിലൂടെ പോകാതിരിക്കാൻ തക്ക ശ്രദ്ധ ഭാര്യമാർ കൊടുക്കണം. നമ്മളുടെ ഭാര്യമാർ കൊടുത്തെങ്കിലല്ലേ അതിന് കഴിയുള്ളൂ. അപ്പോൾ ആ നിലക്ക് ട്രാക്ക് തെറ്റിപ്പോകാതെ അവരെ വളർത്തി വിദ്യാഭ്യാസപരമായിട്ട് അവരെ ഉയർത്തി എത്തിക്കുന്നതിൽ ഭാര്യ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിലെ 100-ൽ 100 മാർക്കും ഞാൻ ഭാര്യയ്ക്ക് തന്നെയാണ് കൊടുക്കുക. അല്ല, നമ്മൾ കല്യാണം കഴിയുന്ന സമയത്ത് രാഷ്ട്രീയത്തിലുണ്ടോ? പിന്നെ ഉണ്ട്. അപ്പൊ പറഞ്ഞോ കല്യാണം കഴിക്കുകയാണെങ്കിൽ അന്ന് അവളോട് ആരൊക്കെ പറഞ്ഞിരുന്നു ഇങ്ങനെ ഈ രാഷ്ട്രീയക്കാരൊക്കെ കല്യാണം കഴിച്ചാൽ വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ അവൾ നന്നായിട്ട് പഠിക്കും. പിന്നെ MSc ഒക്കെ ആ കാലത്ത് ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് MSc ഫിസിക്സ് ഒക്കെ കഴിഞ്ഞ് വരികയല്ലേ. അവൾക്കന്ന് ജോലിയും കിട്ടിയിരുന്നു. ഈ പോസ്റ്റൽ അസിസ്റ്റൻ്റ് ആയിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സർവീസിൽ ജോലി കിട്ടിയിരുന്നു. അപ്പോൾ അത് രാജിവെച്ചിട്ടാണ് പിന്നെ ഹൈസ്കൂളിൽ ചേരുന്നത്. അപ്പോൾ അന്ന് അവളോട് പറഞ്ഞിരുന്നു ഇങ്ങനെ പിന്നെ അന്ന് ഞാൻ ജില്ലാ കൗൺസിലറാണ്, MPhilന് പഠിക്കണ സമയമാണ്, ജില്ലാ കൗൺസിൽ അംഗവുമാണ്. അറേഞ്ച്ഡ് മാരേജ് ആണ്. അപ്പോൾ ഞാൻ പിന്നെ പെണ്ണ് കാണാൻ ചെന്നു. അപ്പോൾ ആ സമയത്ത് അവളോട് അവളുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഇങ്ങനെ പൊളിറ്റീഷ്യൻസിനൊക്കെ ആയാൽ വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ പിന്നെ അങ്ങനെയാണ് നടന്നു. അതുകൊണ്ട് നമുക്കൊരു കാര്യമായി. അതുകൊണ്ട് അല്ല, പൊളിറ്റീഷ്യനാണെന്ന് പറഞ്ഞിട്ട് കല്യാണം എന്തെങ്കിലും മുടങ്ങിയിട്ടുണ്ടോ മുൻപ്? ഇല്ല, അങ്ങനെ പിന്നെ പൊളിറ്റീഷ്യൻസിനൊരു പിന്നെ മാർക്കറ്റ് ഉണ്ടല്ലോ. ഇപ്പോഴാണ് കുറേയൊക്കെ മാർക്കറ്റ്, പണ്ടൊന്നും വലിയ മാർക്കറ്റ് ഒന്നും അറിയില്ലല്ലോ എത്രത്തോളം വളരുമെന്നോ. അതെ 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 അതെ. ഇപ്പോൾ പിന്നെ ആളാണല്ലോ ഇപ്പം വളർന്ന് പിന്നെ വലുതായി എന്തെങ്കിലുമൊക്കെ പിന്നെ ആവും എന്നുള്ളതൊക്കെ. പക്ഷെ അന്നൊന്നും അങ്ങനത്തെ ഇതൊന്നും ഇല്ലല്ലോ. പക്ഷെ എന്നാലും എൻ്റെ ആഗ്രഹം MPhilന് ഞാൻ പഠിക്കുന്നത് കൊണ്ട് പിന്നെ കോളേജിലെ അധ്യാപകനാവുക എന്നുള്ളതാണെന്നുള്ളത് അവർക്കൊക്കെ അറിയാമായിരുന്നു. അതുകൊണ്ട് അവിടെ ഒരു സ്ഥിര വരുമാനമുണ്ട്. പിന്നെ ഞാൻ ഫറൂഖ് കോളേജിൽ കുറച്ച് ദിവസം പിന്നെ ഒരു 2-3 മാസം ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്കും ചെയ്തിരുന്നു. അപ്പോൾ കോളേജ് അധ്യാപകനാണ് എന്നുള്ള ഒരു ചെറിയ കൊച്ചുമക്കളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, കാരണം നമ്മുടെ ഒരു വികൃതി സ്വാഭാവികമായിട്ടും കിട്ടേണ്ടത്. ചെറിയൊന്നും വികൃതി ഒന്നുമില്ല, ആർക്കും പിന്നെ വികൃതി ഇല്ല. എന്നാലും പിന്നെ മകനാണ് കുറച്ചും കൂടി ദേഷ്യം പിടിക്കലും പിന്നെ ഒക്കെ ഉള്ള ഒരു സ്വഭാവക്കാരൻ. അതിൻ്റെ വാപ്പ ഭയങ്കര ദേഷ്യം പിടിക്കും. എൻ്റെ ഫാദർ ഭയങ്കരമായിട്ട് ചൂടാവും, പിന്നെ ഷൗട്ട് ചെയ്യും. അതേ ഒരു സ്വഭാവം ഉള്ളത് എൻ്റെ മകൻക്കാണ്. ഫാദറിന്റെ അടുത്തേക്കുള്ള പാലം ഉമ്മയാണ്. അതെ അതെ, എൻ്റെ ഫാദറിന്റെ അടുത്തേക്കുള്ള പാലം ഉമ്മ തന്നെയാണ്. എന്ത് കാര്യമാണെങ്കിലും ഉമ്മാനോടെ ഞാൻ പറയുള്ളൂ. വാപ്പാൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ ഇരുന്നിട്ട് പോലും ഇല്ല, എൻ്റെ ഓർമ്മയിലില്ല.
ഞാൻ മന്ത്രിയായ സമയത്ത് പോലും വാപ്പാൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ഇരുന്നിട്ടില്ല. ഞാൻ നിൽക്കുകയുള്ളൂ, വാപ്പ അവിടെ ഇരിക്കും. അപ്പുറത്ത് പോയിട്ട് അപ്പുറത്തെ റൂമിൽ പോയിട്ട് ഞാൻ ഇരിക്കുള്ളൂ. ഞാൻ പിന്നെ വാപ്പാൻ്റെ മുമ്പിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഇരിക്കുക എന്നല്ലാതെ, അതല്ലാതെ ഞാൻ പിന്നെ മന്ത്രിയായിട്ട് ചെന്നിട്ട് പോലും അവിടെ ഉപ്പരിക്കുന്ന നമ്മുടെ പൂമുഖത്ത് ഞാൻ ഒരു കസേരയിൽ ഇരിക്കാറില്ല. വീട്ടിൽ മകനാണല്ലോ. അതെ അതെ അതെ, അതന്നെയാണ് മൂപ്പർക്ക്. അല്ല, ഞങ്ങൾ 3 ആൺമക്കളും 4 പെൺമക്കളുമാണ്. മൊത്തം 7 കുട്ടികളാണ്. ഞാനാണ് മൂത്തത്. എൻ്റെ നേരെ താഴെ 4 പെൺമക്കള്, അത് കഴിഞ്ഞിട്ട് പിന്നെ 2 ആൺമക്കൾ. അങ്ങനെ ഞങ്ങൾ 4 പേര്. അവരൊക്കെ വളരെ സപ്പോർട്ടീവാണ്. പെങ്ങന്മാരൊക്കെ 2 പേര് ടീച്ചർമാരാണ്. പിന്നെ 2 പേർക്ക് ടീച്ചർമാരാകാമായിരുന്നു, പക്ഷെ അവർ പിന്നെ ജോബിന് പോയില്ല. അവരെല്ലാം നല്ല മോശമില്ലാത്ത രൂപത്തിൽ എല്ലാവരും സെറ്റിൽഡാണ്. അനിയന്മാർ 2 പേര് ദുബായിലാണ്. അവരുടെ ഭാര്യമാർ, ഒരാൾ ടീച്ചറാണ്, ഒരാൾ ഫാർമസിസ്റ്റാണ്. എല്ലാവരും സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതിന് വളരെ ഇമ്പോർട്ടൻസ്, അത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അവരെ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ 2 പെൺകുട്ടികളെയും വിവാഹം കഴിപ്പിച്ച് പറഞ്ഞയച്ചത് 1 തരി സ്വർണം കൊടുക്കാതെ, 1 രൂപ കൊടുക്കാതെ. എൻ്റെ 2 പെൺകുട്ടികളും സ്വർണമേ അണിഞ്ഞിട്ടില്ല, സ്വർണ്ണാഭരണം അണിഞ്ഞിട്ടേ ഇല്ല. അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല. കാരണം എൻ്റെ ഭാര്യ അങ്ങനെ അണിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരെ 2 പേരെയും കല്യാണം കഴിച്ച സമയത്ത് എനിക്കാകെ ആദ്യത്തെ മൂത്ത മോളുടെ വിവാഹം കഴിച്ച സമയത്ത് 2000 രൂപയുടെ ഈ ഫാൻസി ആഭരണങ്ങളുണ്ടല്ലോ, അത് വാങ്ങി ആ 8000 രൂപയെ വന്നിട്ടുള്ളൂ. രണ്ടാമത്തെ മോളുടേതായപ്പോൾ അതിന് കുറച്ചും കൂടി പൈസ കൂടി, ഒരു 18000 രൂപയുടെ ആഭരണങ്ങൾ വാങ്ങി. അത് ആ ആഭരണം വാങ്ങിയവരെന്ന് പറഞ്ഞാൽ അവരുടെ ഇവിടുന്ന് തന്നെയാണ് വാങ്ങിയത്. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തു. അപ്പൊ അവിടെയും അത് ലാഭമായി. അല്ല, പക്ഷേ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു ലീഡർ തന്നെ അത്തരത്തിൽ ചെയ്യുമ്പോൾ അത് ആ നാട്ടിലുള്ള പല ആളുകൾക്കും ഒരു ആഗ്രഹമായിരുന്നു അതിൻ്റെ. അങ്ങനെ എന്നുവെച്ചാൽ പിന്നെ എൻ്റെ പെൺകുട്ടികളെ എൻ്റെ മകൻ കല്യാണം കഴിക്കണത് എന്തായാലും ഒരു തരി സ്വർണമോ ഒരു പണമോ സ്വത്തോ വാങ്ങാതെ ആവണം എന്നുള്ളത് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ നമ്മുടെ പെൺകുട്ടികൾ ആ ഒരു നിലയിൽ വളർത്തിക്കൊണ്ട് വന്നതുകൊണ്ട് ചെറുപ്പം മുതൽക്കേ അവർക്കങ്ങനെ ഇതിട്ട് കൊടുക്കാറില്ല. കാതിൻ്റെ മൂത്ത മോളത് കുത്തിയത് തന്നെ ഒരുപാട് കഴിഞ്ഞിട്ടാണ്. കാത് കുത്തിയത് തന്നെ, കാത് കുത്താതെ കുത്തും. സാധാരണ മുസ്ലിം കമ്മ്യൂണിറ്റിയിലൊക്കെ പ്രത്യേകിച്ച് ചടങ്ങാണത്. അതെ അതെ അതെ, അത് തന്നെ കുറേ കഴിഞ്ഞിട്ടാണ്. അതും പിന്നെ വെള്ളിയുടെ പറ്റാണ് ഇട്ട് കൊടുത്തത്, സ്വർണ്ണമല്ല. സാധാരണ അങ്ങനെ ഇട്ട് കൊടുക്കാറില്ലല്ലോ, സ്വർണ്ണം ഇട്ട് കൊടുക്കാറുള്ളൂ. പക്ഷെ അന്ന് നമ്മൾ വെള്ളിയാണ് ഇട്ട് കൊടുത്തത്. ഇപ്പോഴും അവർ വെള്ളിയുടെ പിന്നെ പറ്റാണ് ഉപയോഗിക്കുന്നത്. ഒരു സ്വർണത്തിൻ്റെ ഒരു ആഭരണവും അവരാരും ഉപയോഗിക്കണം. അപ്പോൾ പെൺകുട്ടികളെ വളർത്തുകയാണെങ്കിൽ അവരെ സ്വന്തം കാലിൽ നിർത്താൻ പ്രാപ്തരാക്കുക. സ്വർണത്തോടുള്ള ആഭിമുഖ്യം പെൺകുട്ടികൾക്ക് കുറക്കുകയും വേണം. അത് ശരിയാ. കാരണം ഫാദേഴ്സിന് അങ്ങനെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ പാരൻസിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല. ഇല്ല, കുട്ടികളിപ്പോൾ പറഞ്ഞാൽ നമ്മൾ മേടിച്ചു കൊടുക്കൂലേ. കുട്ടികൾ പറയണത് വേണം. ഒരു പൈസയും കൊടുത്തിട്ടില്ല, ഒരു പിന്നെ തരി സ്വർണവും കൊടുത്തിട്ടില്ല. പക്ഷെ അവരെ നമ്മൾ നന്നായിട്ട് പഠിപ്പിച്ചു. ആ പഠിത്തമാണ് അവരുടെ എല്ലാം. അവർക്കുള്ള സ്ത്രീധനം എന്ന് പറഞ്ഞാൽ അവൾ ആർജിച്ച വിദ്യാഭ്യാസമാണ്. തീർച്ചയായിട്ടും വിദ്യയാണല്ലോ സർവ്വധനാൽ പ്രധാനം. അപ്പോൾ നമ്മൾ അത്രയും നല്ല വിദ്യാഭ്യാസം അവർക്ക് കൊടുത്ത് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് അവർക്ക് ലൈഫ് ഏറ്റവും ബെസ്റ്റ് ആക്കി. പിന്നെന്താ, തീർച്ചയായിട്ടും അങ്ങനെ വേണം. അല്ലാതെ നമ്മൾ കുറേ പൈസ കൊടുക്കുക, പിന്നെ പൊന്നു കൊടുക്കുക, അത് അവനെടുത്ത് ചിലവാക്കുക, എന്നിട്ട് പിന്നെ എന്തു വന്നാലും അവിടെ നിന്ന് വിട്ടുപോരാൻ പറ്റാത്ത അവസ്ഥയിലാവുക. അത് നമ്മൾ പെൺകുട്ടികളോട് ചെയ്യുന്ന വലിയ ദ്രോഹമാണ്. ഏത് സമയത്തും അവർക്കൊരു വിയോജിപ്പ് തോന്നിയാൽ തിരിച്ചു പോരാൻ കഴിയുന്ന രൂപത്തിലായിരിക്കണം അവരെ പറഞ്ഞയക്കേണ്ടത്. മറ്റത് സ്വത്തൊക്കെ കൊടുത്താൽ പിന്നെ അതിന് എന്ന് തരും, പിന്നെ അതായി കേസും കൂട്ടും ആകെ കുഴപ്പമായി. പിന്നെ വലിയ വലിയ സ്ഥലങ്ങളിലേക്കോ ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മളുടെ അതേ ഒരു ലെവലിലുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പണത്തോട് ആർത്തിയില്ലാത്ത ആളുകൾ വേണം. ആർത്തി ഉണ്ടായി പോയാൽ കഴിഞ്ഞു കാര്യം. നമ്മുടെ മരുക്കളും വരുന്ന കുട്ടികളും അങ്ങനെ തന്നെ ആയില്ലെങ്കിൽ പിന്നെ ഇതായില്ലേ.
അത് മിസ്മാച്ചാണ്. പിന്നെ തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള ബന്ധം അങ്ങനെയൊക്കെ നല്ലത് കിട്ടി. അത് നമ്മൾ ഇങ്ങനെ അല്ല, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ലത് നമ്മുടെ തീർച്ചയായിട്ടും ലൈഫിൽ അതാ നമ്മളുടെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കും. ഞാൻ പരലോകത്ത് നിന്ന് നമുക്ക് ഗുണം കിട്ടും എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഈ ലോകത്ത് നിന്ന് തന്നെ നമുക്ക് ഗുണം കിട്ടും. അതെ, അതാണ് ഇത്. അത് ഈ ഇങ്ങനെ ലോകത്ത് ഈ തന്നെ ചെയ്യണം, ഈ ഗുണങ്ങളാണ്. ലോകത്തിന് വേണ്ടി ചെയ്യണം. അതെ അതെ. ഇപ്പം ഈ ലോകത്ത് നിന്ന് നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് ഈ ലോകത്ത് നിന്ന് തന്നെ അതിൻ്റെ ഒരു ഗുണം ഈ പല നിലക്കായിട്ട് കിട്ടും. അല്ല, അത് വലിയൊരു പോയിന്റാണ്. സാധാരണ എല്ലാവരും പരലോകത്തിന് വേണ്ടിയിട്ട് ചെയ്യും. പരലോകത്തിന് വേണ്ടി ചെയ്താൽ പരലോകത്തെ കിട്ടൂ, ഈ ലോകത്തിന് വേണ്ടി ചെയ്താൽ ഈ ലോകത്തിന് അതൊരു പ്രാർത്ഥന തന്നെ. എങ്ങനെയാണ്? അതെ, ഫി ദുന്യാവല്ല ആഖിറാണ്. ഈ ദുന്യാവിൽ നിന്ന് ഈ ലോകത്ത് നിന്നും എന്നെ വിജയിപ്പിക്കണം, പരലോകത്ത് നിന്നും എന്നെ വിജയിപ്പിക്കണം എന്നാണ് പ്രാർത്ഥിക്കുന്നത് തന്നെ. അല്ലാതെ ഈ ലോകത്ത് ആകെ കഷ്ടപ്പെടുത്തി പിന്നെ നശികുഷിയാക്കിയതിന് ശേഷം പിന്നെ പരലോകത്ത് പോയിട്ട് പിന്നെ എനിക്കത് വേണം എന്ന് പറയുന്നതിനേക്കാൾ ഈ ലോകത്തു നിന്നും വിജയം വേണം, സന്തോഷം വേണം, നന്നായിട്ട് ജീവിക്കണം, പരലോകത്ത് നിന്നും നമുക്കത് കിട്ടണം. നമുക്കിപ്പോൾ ഈ ലോകത്തു നിന്ന് ഉണ്ടായാലല്ലേ ഉണ്ടായി എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. മറ്റത് നമ്മളുടെ പ്രതീക്ഷയാണ്. ആ രീതിയിൽ കാര്യങ്ങൾ ഒരു ക്രൈറ്റീരിയ ഒക്കെ വെച്ച് വേണം ജീവിക്കാൻ. ഒരിക്കലും പിന്നെ ഇസ്ലാം ഇഹ ലോക ജീവിതത്തെ പരലോകത്തിന് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും ത്യജിക്കാൻ പറയുന്നേ ഇല്ല. പ്രാർത്ഥന വരെ എങ്ങനെയാണ്? ഈ ലോകത്ത് നിന്നും പരലോകത്ത് നിന്നും എനിക്ക് ഗുണം നൽകണമേ, എനിക്ക് സമാധാനം നൽകണമേ എന്നാണ്. അപ്പോൾ ഈ ലോകം എന്നുള്ളത് വളരെ പ്രധാനമായിട്ട് പ്രാർത്ഥനയിൽ ഉൾപ്പെടേണ്ട ഒരു കാര്യമാണ്, ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ് പ്രവാചകൻ മുഹമ്മദ് നബി. അപ്പോൾ അതും വളരെ പ്രധാനം തന്നെയാണ്. ഇനി കലാകാരൻ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക്, അതാണ് കാരണം നമ്മൾ പാട്ടിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ അതുപോലെ കവിത, സിനിമയോടുള്ള ഇഷ്ടം, എങ്ങനെയാണ് ആ പാട്ട് അല്ലെങ്കിൽ കലാപരമായി? ഞാൻ പിന്നെ പാടിയിരുന്നു മുമ്പ്. ഞാൻ 7, 8, 9 ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ നന്നായിട്ട് പാടിയിരുന്നു. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു പിന്നെ ഓട്ടം തുള്ളലിനൊക്കെ കൂടി അന്ന് നല്ല അപ്രീസിയേഷനൊക്കെ എനിക്ക് കിട്ടിയിരുന്നു. കുഞ്ചൻ നമ്പ്യാരുടെ ഓട്ടം തുള്ളൽ. അത് കഴിഞ്ഞ് പിന്നെ പാട്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രസംഗത്തിലേക്ക് വന്നത്. പ്രസംഗമായപ്പോൾ പിന്നെ പ്രസംഗത്തിൽ എനിക്ക് തോന്നുന്നു കോളേജിലൊക്കെ സ്റ്റാർ ആവാൻ പാട്ടും പ്രസംഗം ഉണ്ടായാൽ മതി. അതെ അതെ, പ്രസംഗം ഉണ്ടായാൽ നന്നായിട്ട് സ്റ്റാർ ആവാം, പാട്ടുണ്ടായാൽ അങ്ങനെയും നന്നായിട്ട് പിന്നെ അത് ചെയ്യാൻ വേണ്ടി പറ്റും. പാട്ടുകാരെ പക്ഷേ എപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഫൈൻ ആർട്സ് സെക്രട്ടറി ആക്കുള്ളൂ, പാട്ടുകാരനെ ചെയർമാൻ ആക്കൂല. അതൊരു പ്രസംഗകനെ ആക്കുള്ളൂ. അങ്ങനെയുണ്ടല്ലേ? അങ്ങനെയുണ്ട്. എഴുത്തുകാരനെ നമ്മൾ എഡിറ്റർ ആക്കും, മാഗസിൻ എഡിറ്റർ ആക്കും. നന്നായി എഴുതും മോനെന്നുണ്ടെങ്കിൽ അവനെ സാഹിത്യാഭിരുചിയൊക്കെ ഉണ്ടെങ്കിൽ അയാളെ മാഗസിൻ എഡിറ്റർ ആക്കും. നന്നായി പ്രസംഗിക്കാൻ കഴിയുന്ന നല്ല ലീഡർഷിപ്പുള്ള ഒരാളാണെന്നുണ്ടെങ്കിലാണ് അയാളെ നമ്മൾ ചെയർമാൻ, ജനറൽ സെക്രട്ടറി ആ പോസ്റ്റിലേക്കൊക്കെ പരിഗണിക്കുള്ളൂ. ഫൈൻ ആർട്സ് സെക്രട്ടറി ആക്കല് എപ്പോഴും പിന്നെ കലാകാരനെയാണ് ഫൈൻ ആർട്സ് സെക്രട്ടറി. പിന്നെ അതുപോലെ തന്നെ ജനറൽ ക്യാപ്റ്റൻ ആക്കൽ ആരെയാണ്? സ്പോർട്സിൽ താല്പര്യമുള്ള ആളെയാണല്ലോ. കാരണം സ്പോർട്സിൽ താല്പര്യമുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യും? ജനറൽ ക്യാപ്റ്റൻ. ആണ് ജനറൽ ക്യാപ്റ്റൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള സ്പോർട്സ് മന്ത്രി അല്ലേ? അത് അവിടെ നിൽക്കും. അപ്പോൾ ഇതാണ് കോളേജിൽ എപ്പോഴും പിന്നെ ഷൈൻ ചെയ്ത് നിൽക്കൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രസംഗകൻ തന്നെയാണ്. പാട്ടുകാരനേക്കാളും പിന്നെ പാട്ടുകാരന് ഇപ്പോൾ ഏതെങ്കിലും 1, 2 ചടങ്ങുകൾ വരുമ്പോഴല്ലേ. ഈ പ്രസംഗകൻ എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് അയാൾ പിന്നെ ഒന്നുകിൽ ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്ത് നിന്ന് എവിടുന്നെങ്കിലുമൊക്കെ പ്രസംഗങ്ങൾ ഇങ്ങനെ കേൾക്കാൻ. അതെ അതെ അതെ. അപ്പോൾ എല്ലാം ഇത് ചെയ്തിട്ടുണ്ട്. ഏതുതരം പാട്ടുകളായിരുന്നു ആ സമയത്ത് പാടിയിരുന്നത്? അധികം മാപ്പിളപ്പാട്ടുകളായിരുന്നു ഞാൻ പാടിയിരുന്നത്. നല്ലൊരു മാപ്പിളപ്പാട്ട്. മാപ്പിളപ്പാട്ട് പക്ഷേ ഒക്കെ പിന്നെ ഇത് അന്ന് പാടിയ പാട്ട് തന്നെ ഉണ്ടല്ലോ, അത് മതി. അത് വേണ്ട വേണ്ട വേണ്ട. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് പിന്നെ നന്നായിട്ട് സ്പോർട്സ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്ത സമയം. 100 പിന്നെ മീറ്റർ ഓട്ടം, 200, 400, 800 ഈ 4 എണ്ണത്തിലും ഞാൻ കൂടിയിട്ടുണ്ട്. അതിൽ 100 മാത്രം ഞാൻ സെക്കൻഡായി. അന്ന് ഞാൻ പഠിച്ച കോളേജിൽ കേട്ടോ. 200, 400, 800 ഞാനിരുന്നു ഫസ്റ്റ്. ഓടും. അന്ന് ചെറിയ ആളല്ലേ, നല്ല പിന്നെ ഇത് ഓടാൻ വേണ്ടി പറ്റും. അങ്ങനെ എല്ലാ മേഖലയിലും കുറേശ്ശെ നമ്മൾ പയറ്റി പോന്നിട്ടുണ്ട്. അങ്ങനെയാണ് പിന്നെ പ്രസംഗത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വായനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ പോയത്. തീർച്ചയായിട്ടും. അല്ല, എല്ലാത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അധ്വാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടത്തോടു കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊരു നിലയിലെത്തും.
തീർച്ചയായിട്ടും ഒരു സംശയമില്ല. അത് ആത്മാർത്ഥമാകണം, ആത്മാർത്ഥമാകണം. അഭിനയാവരുത്. അതെ അതെ, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. മറ്റൊരാൾക്കൊരു ഉപദ്രവമാവരുത്. ഉപദ്രവമാവരുത്, കാട്ടിക്കൂട്ടലാവരുത്. ഈ കാട്ടിക്കൂട്ടലൊക്കെ കുറച്ചു കാലേ നമുക്ക് പിന്നെ കൊണ്ട് നടത്താൻ വേണ്ടി പറ്റുള്ളൂ. ഇത് സത്യസന്ധമാകണം, നമ്മളുടെ മനസ്സിൽ നിന്ന് വരണം. പിന്നെ ഇപ്പോൾ റീലന്മാരുടെ ഒരു കാലമാണല്ലോ. കടപ്പറയിൽ പോലും പിന്നെ ഭാര്യയോട് സംസാരിക്കുന്നതും പെരുമാറുന്നത് പോലും റീലെടുക്കുകയാണല്ലോ. അത് ശരിക്കൊരു പിന്നെ അത്ര ഉചിതമായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഉപജീവനത്തിന് വേണ്ടി അങ്ങനെ കഴിയുന്ന ആളുകൾ ഉണ്ടാവും. പൊളിറ്റിക്സിലൊന്നും ശരിക്കും റിയലന്മാരെ തന്നെയാണ് വേണ്ടത്, റീലന്മാരെ അല്ല. റിയലന്മാരെയാണ് വേണ്ടത്. നമുക്ക് ഈ വികാരങ്ങൾ ഒക്കെ തന്നെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ടാണ് ഉണ്ടാവേണ്ടത്. ഇത് റീലുണ്ട്, എൻ്റെ പിന്നിൽ ക്യാമറ വരുന്നുണ്ട് എന്നുള്ള ഒരു ഇതിൽ ചെയ്യുമ്പോൾ പിന്നെ അതിലൊരിക്കലും ആത്മാർത്ഥത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ജനങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. തീർച്ചയായിട്ടും കുറച്ചൊക്കെ ആളുകളെ പൊട്ടീസാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. എന്നാൽ ഇവർ പിന്നെ ഇതില്ലാത്ത സമയത്ത്, റീലെടുക്കുന്നില്ല എന്നുള്ള സമയത്ത് നേരെ വിപരീതമാണ്. ഫോണേ എടുക്കൂല. നിങ്ങൾ ഏറ്റവും കൂടുതൽ റീലിൽ കാണുന്ന ആൾക്കാരെ ജസ്റ്റ് നിങ്ങളൊന്ന് ഫോൺ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഞാൻ വെറുതെ പറയല്ല, നിങ്ങളൊന്ന് ഫോൺ ചെയ്ത് നോക്ക്. ഈ റീലെടുക്കുന്ന പൊളിറ്റീഷ്യൻസിനെ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. നിങ്ങൾക്ക് കിട്ടൂല അവരെ. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് റീലന്മാരെ കിട്ടൂലെന്ന്. റിയലന്മാരെ ഫോണിലൊക്കെ കിട്ടുള്ളൂ. അത് കോൺഗ്രസ്സിലായാലും ഒക്കെ തന്നെ അങ്ങനെ തന്നെ, ഏത് പാർട്ടിയിലായാലും. അല്ല, ഞങ്ങൾക്ക് അനുഭവമുണ്ട്. റിയലന്മാരെ നമുക്ക് കിട്ടുള്ളൂ. അതെ, റീലന്മാരെ ഒരു കാരണവശാലും അവരുടെ അഭിനയം കാണണമെങ്കിൽ ക്യാമറ തുറന്നു വെക്കണം. അതെ, ക്യാമറ ഓൺ ആക്കിയാൽ തിമർത്ത് അഭിനയിക്കും. തിമർത്ത് അപ്പൊ ചിരിയൊക്കെ ഇങ്ങോട്ട് വരും. അല്ലാതെ അവരെ ചിരിപ്പിക്കാൻ കഴിയില്ല നമുക്ക്. എന്താണെങ്കിലും ഇക്ക ഒരുപാട് സന്തോഷം. ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നുപോയി. ഇക്ക എന്ന് പറയുന്ന വ്യക്തിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ, കാരണം ജനങ്ങൾ എപ്പോഴും കാണുന്നത് മീഡിയയിലുള്ള അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്തുള്ള ഒരു ഫേസ് ആണ്. അതല്ലാത്ത ഒരു ഇക്കേനെ കാണിക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.